ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ദിവസമല്ലായിരിക്കാൻ കർത്താവ് ഒരുക്കുന്ന നല്ല സാവകാശങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ ഞാൻ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഗോഡ്സൺ പാഷ, അതുപോലെ കർത്തൃദാസൻ പാഷ വിനോദ്, ഇവിടെ ആയിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ കർത്തൃദാസന്മാർ, പ്രിയ തങ്കച്ചൻ പാഷ, വർഗീസ് പാഷ, അതുപോലെ ക്രിസ്തുവിൻ്റെ സഹോദരൻ പാഷ ജോബിൻ എലീശ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവദാസന്മാർക്ക് വന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ തികച്ചും അവിചാരിതമെന്ന് നമുക്ക് തോന്നിയാൽ ദൈവത്തിൻ്റെ മുൻ പദ്ധതിയാൽ ഇന്ന് ഈ പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിൽ തിരുവചനമായിട്ടായിരിക്കാൻ കർത്താവ് ഒരുക്കുന്ന എല്ലാ നല്ല സാവകാശങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്ത് ഈ മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച് ശുശ്രൂഷിപ്പാൻ അവസരം ഒരുക്കുന്ന കർത്താവിൽ ബഹുമാന്യ കർത്തൃദാസനോട് ദൈവസഭയുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലെ നന്ദി അറിയിക്കുന്ന കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ മുകളിലൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. എനിക്ക് ഒന്ന് രണ്ട് കാര്യത്തിൽ ഒത്തിരി സന്തോഷമുണ്ട്. കഴിഞ്ഞ റിട്രീറ്റിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരാത്മീയ അനുഭവം നമുക്ക് ദൈവം നൽകിയത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവിൻ്റെ ദാസൻ പാഷ ജോബിൻ എലീശ, ഞങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിൽ കർത്താവിൻ്റെ മഹത്വമുള്ള വിലയുന്ന ദൈവദാസന്മാരാണ്. ദീർഘവർഷങ്ങളുടെ ആത്മീയ ബന്ധമുണ്ട്. ഈ രാജ്യത്ത് കടന്നു വരുവാനും ഈ പട്ടണത്തിൽ ഒന്നിച്ച് കർത്താവിനെ ഉയർത്തുവാനും കർത്താവ് ഒരുക്കുന്ന ഈ വലിയൊരു സ്പിരിച്വൽ കണക്ഷൻ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതൊക്കെ ദൈവത്തിൻ്റെ മുൻ പദ്ധതിയാകയാൽ ഞാൻ കർത്താവിനെ സകല മഹത്വവും കരയേറ്റുന്നു. എല്ലാവരും കരമേത്ത് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. കർത്താവിൻ്റെ വലിയ ദാസന്മാരെ ഓർപ്പിച്ച പോലെ നമ്മുടെ ഉപവാസത്തിൻ്റെ പ്രാരംഭ പകൽക്കാലമാകയാൽ ദൈവജനത്തിന് ചില ചിന്തകൾ നമ്മൾ എവിടെയാ വന്നിരിക്കുന്നത് എന്നുള്ളൊരു വചന പഠനത്തിൽ കൂടെ അപ്പോൾ തന്നെ ദൈവാത്മാവ് നമുക്ക് ഇന്ന് പകൽക്കാലം പകരാൻ ആഗ്രഹിക്കുന്ന ചില ദൈവീയ വിടുതലുകളുണ്ട്. ആ വിടുതലുകളിൽ കൂടെ വന്ന് പ്രാർത്ഥിക്കാൻ കർത്താവിന് പ്രവേശനപ്പെടുക. അതുകൊണ്ട് ബൈബിൾ ക്ലാസ് അല്ല, നമ്മളൊരു ആത്മീയ വിടുതലുകളിലേക്ക് എറിയുക. ഈ വരുന്ന 21 ദിവസം നമ്മൾ എവിടെയായി വരുന്നേ? നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ നമ്മൾ ഈ ഹാളിനകത്ത് വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആത്മക്കണ്ണ് നമ്മൾ തുറന്നാൽ നമ്മൾ എവിടെയായിരിക്കുന്ന എന്നുള്ള ഉത്ബോധം, ആ ഉത്ബോധമാണ് നമുക്ക് ആത്മാവിൽ വിടുതലുകളെ കൽപ്പിക്കുന്നത്. അതുകൊണ്ടൊരു വചന പഠനത്തിൽ കൂടെ വന്ന് ആത്മീയ ദൂതുകളിലേക്ക് കടക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്ന വായിച്ച വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിതമായ വാക്യമാണ്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു വരിക. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞല്ലോ, ഒന്നും കൂടെ ഓർപ്പിക്കുന്നു, നമ്മളൊരു വചന പഠനത്തിലേക്കാണ് കയറുന്നത്. ആദ്യത്തെ ദിവസങ്ങളായതുകൊണ്ട് ഒന്ന് വചനം പഠിക്കുന്നത് നല്ലതാണ്. വിശേഷം നമ്മൾ വന്നിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഭരിക്കാനിടയാകണം. ഈ വരുന്ന അനുഗ്രഹിക്കപ്പെട്ട പകലും രാവും ഒക്കെ വരുന്ന ദിവസങ്ങളെല്ലാം ആ വാക്യത്തിൽ കിടക്കുക. നമ്മൾ വന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് അവിടെ കിടക്കുന്നു, കൃപാസനം. എല്ലാവരും ഉറക്കെ പറഞ്ഞാട്ടെ, കൃപാസനം. കൃപാസനം ഇത് അല്പം ആദ്യം ഞാൻ വചന പഠനത്തിലേക്കാണ് പോകുന്നത്. ശ്രോതം അവിടെ നോക്കിയാട്ടെ, നമ്മൾ വന്നിരിക്കുന്നത് കൃപാസനത്തിന് മുമ്പിൽ വന്നിരിക്കുന്നതാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നഗ്നനേത്രം കൊണ്ട് നോക്കിയാൽ നമ്മളിരിക്കുന്നത് ഈ ചർച്ചിൻ്റെ ഹാളിനകത്ത് ഇരിക്കുന്നെങ്കിലും നമ്മുടെ ആത്മക്കണ്ണ് കൊണ്ട് നോക്കിയാൽ നമ്മൾ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ കൃപാസനത്തിന് മുമ്പിൽ അവിടെ കിടക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, ധൈര്യത്തോടെ വരാനാ. ഇന്നത്തെ എൻ്റെ വിഷയം ആ ബ്രിഡ്ജിങ് വേർഡാണ്. അവിടെ കിടക്കുന്ന അതുകൊണ്ട്. ഏതുകൊണ്ട്? അതുകൊണ്ട്. എല്ലാവരും ഉറക്കെ പറഞ്ഞ വാക്ക് അതുകൊണ്ട് നമുക്ക് വരാം, ധൈര്യത്തോടെ വരാം. എങ്ങനെ വരാം? ധൈര്യത്തോടെ വന്ന എല്ലാവരും ഒന്ന് കര ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഇത്ര ധൈര്യത്തോടെ നമ്മളെല്ലാവരും വന്നിരിക്കുന്നതിന്റെ കാരണം നമ്മൾ ചിന്തിക്കുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ 8 സിംഹാസനങ്ങളെ കുറിച്ച് വേറെ ദിവസം ഞാൻ അങ്ങനെ ഒരു ബൈബിൾ ക്ലാസ്സിലേക്കല്ല പോകുന്നത്. 8 സിംഹാസനങ്ങളെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് മാറി മറിഞ്ഞിരിക്കാൻ പോകുന്നത് ഇരുന്നതുമായ എത്ര സിംഹാസനമുണ്ട്? 8 സിംഹാസനം. അതിനകത്ത് ധൈര്യത്തോടെ വരാൻ പറ്റിയ ഒരൊറ്റ സിംഹാസനമേ ഉള്ളൂ. അതിന്റെ പേരാണ് ത്രോൺ ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആശയം മനസ്സിലായോ? ഒന്ന് വചനം പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഒറ്റ വാക്ക് ഓർപ്പിക്കും. നമുക്ക് അവിടെ നിൽക്കാൻ സമയമില്ല, അതല്ല നമ്മുടെ ദൂത്. യഥാർത്ഥത്തിൽ നമ്മൾ വേറെ ദിവസം മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 8 സിംഹാസനങ്ങളുണ്ട്. ഒന്നാമത്തെ സിംഹാസനം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം. എന്നെ ഉറക്കെ പറഞ്ഞാട്ടെ, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം. നമുക്ക് വാക്യം എല്ലാവർക്കും അറിയാം. യെശയ്യാ 6:1 കിടക്കുന്നത്, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ യഹോവയായ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് താൻ കണ്ടു. ശ്രദ്ധിക്കണേ, നമ്മളൊന്ന് ഒരുക്കി വരാൻ വേണ്ടിയാ. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം അവിടെ എപ്പോഴാണ് അവിടെ കിടക്കുന്ന യെശയ്യാവ് കാണുന്നത്? ഉസിയ രാജാവ് മരിച്ചാണ്. ഉസിയാവ് എന്ന് പറയുന്നത് യെശയ്യാവിന്റെ കസിനാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? യെശയ്യാവിന്റെ
കസിനാണ്. ആര്? രണ്ടുപേരും രാജകീയ കുടുംബത്തിൽ പിറന്നവനാണ്. യെശയ്യാവിന്റെ കസിനായ ഉസിയാവ് മരിച്ച ആണ്ടിൽ, ആ കാലഘട്ടങ്ങളിൽ രാജത്വങ്ങൾക്ക് എവിടേക്കോ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ആര് ഞങ്ങളെ നടത്തുമെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തര സർവശക്തൻ ഒരു വെളിപ്പാടിനകത്ത് ഇടപെടാനിടയായി. അവിടെ ഒരു ഉപവാസമായതുകൊണ്ട് ഒരു വാക്ക് ഞാൻ വചനത്തിൽ നിന്ന് ഓർപ്പിക്കട്ടെ. നമ്മുടെ പല ചോദ്യങ്ങൾക്കും ഈ ദിവസങ്ങളിൽ വചനത്തിന്റെയും ആത്മമണ്ഡലങ്ങളുടെ വെളിപ്പാടുകളാൽ ഉത്തരങ്ങളെ കൽപ്പിക്കുന്ന ദൈവത്തിന് ഒരു കരമുയർത്തി ഒന്ന് സ്തോത്രം പറയാൻ പറ്റൂ. ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് സമയമില്ല. അപ്പൊ ഒന്നാമത്തത് ഉയർന്നു മുങ്ങിയുള്ള സിംഹാസനം. രണ്ടാമത്തത് ഈ കർത്താവിന്റെ സിംഹാസനം പഴയ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നത് കെരൂബിനെ വാഹനമാക്കിയാണ് എന്ത് ചെയ്യുന്നത്? പറക്കുന്നത്. കെരൂബിനെ അല്ലേ? നമുക്കറിയാം സർവശക്തനായ ദൈവം യാത്ര ചെയ്തൊക്കെ വേദോസ്തവത്തിൽ ഈ സങ്കീർത്തനങ്ങളിലൊക്കെ കിടക്കുന്ന എങ്ങനെ കെരൂബുകളെ വാഹനമാക്കി. ബാക്കി എഗസ്കേൽ പ്രവചനം നമുക്ക് എല്ലാവർക്കും അറിയാം. എഗസ്കേൽ പ്രവാചകൻ എഴുതിയെടുക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് എഴുതിയെടുക്കാൻ നമ്മുടെ വിഷയം അവിടെ അല്ല, ഞാൻ ഓടിച്ചുവിടുന്നു. അപ്പൊ ഒന്നാമത്തെ സിംഹാസനം ഏതാണ്? ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം. അപ്പോ വചനം അറിയാവുന്ന ചില ആൾക്കാർ ചോദിക്കും, പക്ഷേ ആ പഴയ നിയമത്തിൽ പറയുന്ന ആ യെശയ്യാവിൽ പറയുന്നത് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് പിതാവായ ദൈവമല്ലേ ഇരിക്കുന്നത്? അല്ല, പിതാവായ ദൈവമല്ല ഇരിക്കുന്നത്. അവിടെ പിതാവ് ഇരിക്കുന്നത് അവിടെ കിടക്കുമ്പോൾ തന്നെ അത് യോഹന്നാൻ 12 അതിന്റെ ഈ 38 വാക്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നു. യേശു അവിടെ ഇരിപ്പുണ്ട്. ആരിപ്പുണ്ട്? യേശു ഇരിപ്പുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോ പരിശുദ്ധാത്മാവ് ഇരിപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ യെശയ്യാവ് 6-ാം അധ്യായത്തിൽ അവിടെ 3 പേരും അവിടെ ഇരിപ്പുണ്ട്. എത്ര പേരുണ്ട്? 3 പേര്. പിതാവ് യെശയ്യാവ് വായിക്കുമ്പോ പിതാവുണ്ട്, യോഹന്നാൻ വായിക്കുമ്പോ പുത്രനുണ്ട്, അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവുണ്ട്. അപ്പൊ 3 പേരും ഉള്ളത് കൊണ്ട് ആ സാറാഫുകൾ എന്ത് ചെയ്തത്? അവർ 2 കൊണ്ട് പാദം മറച്ച് 2 കൊണ്ട് മുഖം മറച്ച് അവർ വിളിച്ചു പറഞ്ഞു, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് അവർ 3 പേർക്കും മഹത്വം കരയറ്റുകയാണ്. 3 പേർക്കും. അപ്പോ ഒന്നാമത്തെ സിംഹാസനം ഉയർന്നു മുങ്ങിയുള്ള സിംഹാസനം. രണ്ടാമത് പഴയ നിയമം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് യാത്ര ചെയ്തേരാ അത് കെരൂബിനെ വാഹനമാക്കി യാത്ര ചെയ്തു. അങ്ങനെ സങ്കീർത്തനത്തിലൊക്കെ ഉണ്ട്, അവൻ കെരൂബുകളെ വാഹനമാക്കി യാത്ര ചെയ്യുന്നു. അപ്പൊ പഴയ നിയമത്തിൽ പറഞ്ഞ 2 സിംഹാസനം. എന്നാൽ ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവാണ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വരേണ്ടത്. താണലോകത്തിൽ വന്ന് കഷ്ടം സഹിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് തിരിച്ചു എന്നിരുന്ന സിംഹാസനത്തിന്റെ പേര് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം എന്നല്ല, ആ സിംഹാസനത്തിന്റെ പേരാണ് കൃപാസനം. നമ്മൾ അതിലേക്ക് വരാൻ പോകുന്നത്. ബാക്കി സിംഹാസനം കൊണ്ട് ഓടി പറഞ്ഞാൽ വിടുക. അപ്പൊ ശ്രദ്ധിക്കണം. അപ്പൊ ഇപ്പൊ ഇരിക്കുന്ന കസേരയുടെ വരണ പറ, മനസ്സിലായില്ലല്ലേ? ഒന്നും കൂടെ പറയാം. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിന്റെ കർത്താവ് ഈ താണലോകത്തിൽ ഇറങ്ങി വന്ന് കഷ്ടം സഹിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് തിരിച്ചു എന്നിരുന്ന കസേരയുടെ പേരാണത് കൃപാസനം, ത്രോൺ ഓഫ് ഗ്രേസ്. നമ്മൾ അതിലേക്ക് മടങ്ങി വരും. നമ്മൾ വന്നിരിക്കുന്നത് അതിന്റെ മുമ്പിലാ. ഈ വരുന്ന 21 ദിവസം നമ്മൾ ഇരിക്കാൻ പോകുന്നത് അതിന്റെ മുമ്പിലാ. എന്തുകൊണ്ടാ നമ്മൾ ഇരിക്കുന്നതെന്നും അവിടെ ഇരുന്നുള്ള വിടുതൽ എന്നാന്നും അതാ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോ ഉയർന്നു പൊങ്ങുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവ് ഇപ്പൊ ഇരിക്കുന്ന കൃപാസനത്തിലാണ് ഇരിക്കുന്നത്. ഈ കർത്താവ് എന്നുവരെ ഇരിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ എന്നുവരെ ഇവിടെ ഉണ്ടോ അന്ന് വരെ അവൻ അവിടെ ഇരിക്കും. നിങ്ങൾ ആരും ഒരു സ്വോത്രം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ 21 ദിവസം ഇരിക്കുന്നല്ല. തിരുസഭ എന്നുവരെ ഇവിടെ ഉണ്ടോ അന്ന് വരെ ആ കസേര കർത്താവ് ഇരിക്കും. എന്നാൽ തിരുസഭ ഇവിടുന്ന് എടുക്കപ്പെടുന്ന സമയമാകുമ്പോ ആ സിംഹാസനത്തെ എഴുന്നേൽക്കുന്ന കർത്താവ് മധ്യാകാശത്തിൽ വന്നിട്ട് തിരിച്ചു പോയിരിക്കുന്ന കസേരയുടെ പേരാണ്, സിംഹാസനത്തിന്റെ പേരാണ് ബീമ ഓഫ് ക്രൈസ്റ്റ്, അല്ലെ ക്രിസ്തുവിന്റെ ന്യായാസനം. ക്രിസ്തുവിന്റെ ന്യായാസനം. 7 വർഷം അവത്തലിരിക്കുന്ന കർത്താവ് അവിടെ നിന്നാണ് ഹർമഗദോൻ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി വരുന്നത്. ആ യുദ്ധം കഴിയുമ്പോൾ യഹോശാഫാത്ത് താഴ്വരയിൽ വെക്കുന്ന സിംഹാസനത്തിന്റെ പേര് തേജസ്സിന്റെ സിംഹാസനം എന്നാ. എന്താ? തേജസ്സിന്റെ സിംഹാസനം. തേജസ്സിന്റെ സിംഹാസനത്തിലിരുന്ന് അവിടെ അറബികളെ ന്യായം വിധിക്കുന്ന കർത്താവ് അതിനുശേഷം വെള്ളക്കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് യെരുശലേമിൽ ചെന്ന് ദാവീദിന്റെ സിംഹാസനത്തിലിരുന്ന് 1000 വർഷം ലോകത്തെ ഭരിക്കും. ദാവീദിന്റെ സിംഹാസനത്തെ. അത് കഴിയുമ്പോഴാണ് ഗോഗ് മാഗോഗ് യുദ്ധം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടൊരു സിംഹാസനമുണ്ട്. അത് വെളിപ്പാട് പുസ്തകത്തിൽ കിടക്കുന്നത് വൈറ്റ് ത്രോൺ എന്നാണ് കിടക്കുന്നത്. വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, വെള്ള സിംഹാസനം. അതിലിരുന്ന് ദുഷ്ടന്മാരെ ന്യായം
ന്യായം വിധിക്കുന്ന കർത്താവ്. അത് കഴിയുമ്പോൾ ഈ ലോകം മൊത്തം മാറി പുതുവാന ഭൂമി വെളിപ്പെട്ട് കഴിയുമ്പോൾ അവിടെ ഇരിക്കാൻ പോകുന്നത് കുഞ്ഞാടിന്റെ സിംഹാസനത്തിലാണ്. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട് അതില്. അപ്പൊ നിങ്ങളുടെ നോക്കിയാട്ടെ, അല്ലെ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകാൻ വചന പഠനമല്ല, അല്ലെ നമ്മുടെ ഒരു ഉപവാസത്തിന്റെ പ്രാരംഭ സമയമാകിയാൽ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്, ഈ വന്നത് കൊണ്ടുള്ള വിടുതൽ എന്താ, ഇന്ന് രാവിലെ അതൊന്ന് ആത്മാവ് ശുദ്ധിക്കാൻ ആഗ്രഹിക്കുക. ഒന്നുകൂടെ പറയാം. അപ്പൊ ഒന്നാമത്തെ സിംഹാസനം ഉയർന്നും മുഖിയുമുള്ള സിംഹാസനം, രണ്ടാമത്തെ സിംഹാസനം കെരൂബ് എന്ന സിംഹാസനം, മൂന്നാമത്തെ സിംഹാസനം കൃപാസനം, നാലാമത്തെ സിംഹാസനം ബീമ ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ ന്യായാസനം, അഞ്ചാമത്തെ സിംഹാസനം തേജസിന്റെ സിംഹാസനം, ആറാമത്തെ സിംഹാസനം ദാവീദിന്റെ സിംഹാസനം, ഏഴാമത്തെ സിംഹാസനം വെള്ള സിംഹാസനം, എട്ടാമത്തെ സിംഹാസനം കുഞ്ഞാടിന്റെ സിംഹാസനം. നിങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാ വചനം പഠിക്കുന്നത്. അപ്പൊ നോക്കിയാ ഇത് 8 സിംഹാസനം, അല്ലെങ്കിൽ ഈ 8 അല്ലെങ്കിൽ മാസം ഇരുന്ന് പഠിച്ചാൽ തീരാത്ത വിഷയമാ. പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിട്ട നമ്മുടെ വാക്യത്തിലേക്ക് വരാൻ. അപ്പോ പറയാൻ വന്നത്, പഴയ നിയമത്തിന്റെ സിംഹാസനമായാലും പുതിയ നിയമത്തിന്റെ വാക്യ സിംഹാസനമായാലും അവിടെ ആർക്കും ധൈര്യത്തോടെ ചെല്ലാൻ പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. പഴയ നിയമത്തിന്റെ സിംഹാസനത്തെ കുറിച്ച് കിടക്കുന്നത് സ്വർഗം പോലും തൃക്കണ്ണ് നിർമ്മലമല്ല, തന്റെ വിശുദ്ധ ദൂതന്മാരിൽ പോലും കുറ്റമാരോപിക്കുന്ന ആ സർവശക്തന്റെ പാദപീഠത്തിൽ ദൂതന്മാർ പോലും 2 കൊണ്ട് പാദം മറച്ച്, 2 ചിറകൊണ്ട് മുഖം മറച്ച്, 2 കൊണ്ട് അവർ പറന്ന് അത്ര ഭയത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോ പിന്നെ വരുന്ന സിംഹാസനങ്ങൾ നിങ്ങൾ നോക്കിയാട്ടെ, അതിന് തേജസ്സിന്റെ ആണെങ്കിലും വെള്ള സിംഹാസനമാണെങ്കിലും എല്ലായിടത്തും ഭയത്തോടെ വരുമ്പോ വേദപുസ്തകം വിളിച്ചു പറഞ്ഞു, ഒറ്റ സിംഹാസനത്തിന്റെ മുമ്പിൽ മാത്രമേ അത് തന്റെ മക്കൾക്ക് ധൈര്യത്തോടെ വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കൃപയുടെ സിംഹാസനത്തിൽ വന്നിരിക്കുന്നതോർത്ത് ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇനി നമ്മുടെ വാക്യത്തിലേക്ക് വരികയാണ്. അവിടെ കിടക്കുന്നത് അതുകൊണ്ട് കരുണ ലഭിപ്പാൻ. ഈ നമ്മൾ ഒരു വാക്കൂടെ നിങ്ങൾക്ക് ചേർത്ത് പറയാം. വിശേഷാലി ഫിലദൽഫിയ, ഈ ദിവസങ്ങളൊക്കെ യാത്ര ഞാൻ കണ്ട സ്ഥലം ഈ ഫിലദൽഫിയ, ന്യൂയോർക്ക്, ന്യൂജേഴ്സി ഭാഗങ്ങളിലൊക്കെ ഇഷ്ടം പോലെ യഹൂദന്മാരുണ്ട് അല്ലേ. ഇവിടെ നമ്മളിനി ഇപ്പൊ ഇവരുടെ ദിവസങ്ങളൊക്കെ യാഹെന്ന വാക്കും ദൈവം എന്നൊക്കെ നമ്മൾ ഒരു മടിയില്ലാതെ സംസാരിക്കും. യഹോവ എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ. നമ്മൾ അല്പം ദൈവത്തെ ഒന്ന് ഭയക്കുന്നത് നല്ലതാണ്. അല്പം അല്ല, നല്ലപോലെ ഭയക്കണം. ഇപ്പൊ നമുക്ക് അല്പം ഭയന്നാൽ മതി, വരും ദിവസങ്ങൾ ഭയന്നോളൂ. നമ്മൾ ഈ പോകുന്ന വഴി യഹൂദന്മാരെ നിർത്തിയിട്ട് അവരോടൊന്ന് ചോദിക്കാമോ, യാഹെന്ന വാക്ക്, യാഹുവേ, അവർ കറക്റ്റ് വാക്കാണ് യാഹുവേ, ആ വാക്കൊന്ന് പറയാമോ എന്ന് പറയാമോ, ചോദിക്കാമോ? നിങ്ങൾ ആ വാക്ക് പറഞ്ഞതിന് മുമ്പ് അവർ സ്ഥലം വിടും. അവരുടെ വാഗൊണ്ട് ആ വാക്ക് അവർ ഉച്ചരിക്കില്ല. നിങ്ങൾ എൻ്റെ കൂടെ ശ്രദ്ധിക്കണേ. യാഹെന്ന വാക്ക് ഒരിക്കലും അവരെന്ത് ചെയ്യത്തില്ല. യാഹുവേ, ഞാൻ ഇന്നിപ്പോ ആ വിഷയത്തിലേക്ക് പോകുന്ന കർത്താവ് അനുസരിച്ച് എപ്പോഴെങ്കിലും ആ വിഷയത്തിൽ വരും. യാഹെന്ന വാക്ക്, യാഹുവേ എന്ന വാക്ക്, നിങ്ങൾ ആരും ഒന്നും മിണ്ടാതിരിക്കുന്നല്ലോ. അല്ല, യാഹെന്ന വാക്ക് അവരെന്ത് ചെയ്തില്ല. കാരണം BC 4-ാം നൂറ്റാണ്ടിന് ശേഷം ഒരു യഹൂദനും അവരുടെ അത്തരം കൊണ്ട് പറയാത്ത വാക്കാണത് യാഹുവേ എന്ന വാക്ക്, യാഹ് എന്ന വാക്ക്. ഇന്നും അവരത് പറയില്ല. അത്ര പരിപാവനമായ നാമം. നമ്മളിനിയും പാടും, യഹോവ ദൈവമാം, വിശുദ്ധ ജാതിയാന്ന്, യാഹ് നല്ല ഇടയനെന്നൊക്കെ നമ്മൾ പാടത്തില്ലേ. എന്നാൽ ആ വാക്ക് അത് കേൾക്കുമ്പോൾ അവർക്ക് ഭയമാണ്. അവരുടെ അതരം കൊണ്ട് പറയാത്ത വാക്ക് നമ്മുടെ നാവ് കൊണ്ട് പറയാൻ പ്രാപ്തി നൽകിയത് നമ്മൾ ശ്രേഷ്ഠരായത് കൊണ്ടല്ല, നമ്മൾ ദൈവത്തിന്റെ മക്കളായതുകൊണ്ട്. എത്ര പേർക്കൊന്ന് സ്തോത്രം ചെയ്ത് പറയാൻ പറ്റും? എങ്കിലും ഒരു കാര്യം ചിന്തിക്കണേ. നമ്മൾ വന്നിരിക്കുന്ന സ്ഥലത്തിന്റെ ആ ഭയം, നമ്മൾ ആരുടെ മുമ്പിലാണ് വന്നിരിക്കുന്നത്, ആ ഒരു ഭീതി നമ്മെ ഈ ദിവസങ്ങളിൽ ഭരിക്കേണ്ടതാകണം. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. പോട്ടെ, എന്റെ വിഷയത്തിലേക്ക് നമ്മൾ കയറി വരിക. അപ്പൊ പറയാൻ വന്നത്, ഈ 8 സിംഹാസനത്തിനകത്ത് ധൈര്യത്തോടെ വരാൻ പറ്റിയ ഏതാണ്? ഉറക്കെ പറ, കൃപാസനം. നിങ്ങൾ ഈ ഒരു വാക്കോടെ പറയും. ഈ വേദപുസ്തകത്തിൽ ഈ 66 പുസ്തകത്തിൽ 66 പുസ്തകത്തിൽ 1159 അധ്യായത്തിൽ 31,173 വാക്യങ്ങളിൽ ത്രോൺ ഓഫ് ഗ്രേസ് എന്ന് പറയുന്ന ഒരൊറ്റ വാക്യമേ ഉള്ളൂ. അത് ഈ വാക്യ. മനസ്സിലായില്ല? ഒന്നുകൂടെ പറയാം. ത്രോൺ ഓഫ് ഗ്രേസ്, അല്ലെങ്കിൽ അതിന്റെ വാക്കെന്നാ മലയാളത്തിൽ എന്നാ? കൃപാസനം. ഇത് കേൾക്കുമ്പോൾ മലയാളം ബൈബിള് വായിക്കുന്നവർക്ക് ഒരു സംശയം വരും, പാസ്റ്ററെ പഴയ നിയമത്തിൽ പലയിടത്തും പറയുന്നുണ്ട് കൃപാസനം അല്ലേ? വായിച്ചിട്ടില്ലേ? മലയാളത്തിൽ വായിച്ചിട്ടില്ലേ? പക്ഷെ ഇംഗ്ലീഷിൽ കിടക്കുന്നത് ത്രോൺ ഓഫ് ഗ്രേസ് എന്നല്ല, മേഴ്സി സീറ്റ് എന്നാണ് കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ പറയുന്ന കൃപാസനം എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ കിടക്കുന്നത് മേഴ്സി സീറ്റ്. മേഴ്സി എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? ഓ പറ.
കരുണ കരുണ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം കേട്ടവർക്കറിയാം. അല്ല, കരുണ, മേഴ്സി സീറ്റ് എന്ന് പറഞ്ഞാൽ കരുണയുടെ കസേര. അപ്പോ അവിടെ പഴയ നിയമത്തിൽ പറയുന്നത് മൊത്തം ഈ കൃപാസനം എന്ന് പറഞ്ഞതിന്റെ കറക്റ്റ് വാക്ക് കൃപാസനം എന്നല്ല ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, കരുണയുടെ കസേര എന്നാണ്. എന്നാൽ വേറെ പുസ്തകത്തിൽ ത്രോൺ ഓഫ് ഗ്രേസ് എന്ന് പറയുന്ന ഒറ്റ വാക്യമേ ഉള്ളൂ. ആ വാക്യം ഇതാണ്: നമ്മൾ എവിടെയാ വന്നിരിക്കുന്നത്? കൃപയുടെ സിംഹാസനത്തിന് മുമ്പിൽ. എത്ര പേർക്ക് ധൈര്യത്തോടെ കരമുയർത്തി ഒന്ന് സ്തോത്രം പറയാൻ പറ്റും? നമ്മൾ അതിലേക്ക് കയറാൻ പോകുന്നത് ഇത്ര വലിയ സിംഹാസനങ്ങളുള്ള ആ സർവശക്തൻ തന്റെ തിരുസഭ ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ സിംഹാസനത്തിൽ ഇരിക്കുമ്പോ ആ വാക്ക് തന്നെ നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു സത്യം, ഇതിനകത്തുനിന്ന് ഒഴുകുന്നത് കൃപയുടെ വ്യാപാരമാ, ഇതിനകത്തുനിന്ന് ഒഴുകുന്നത് കൃപയുടെ വിടുതലുകളാ. ഇന്ന് രാവിലെ വിളിച്ചു പറ, അതൊന്ന് പ്രാപിച്ചിട്ട് കടന്നു പോകത്തക്കവണ്ണം. നമ്മൾ അവിടെ നിൽക്കുന്നില്ല, അവിടെ കിടക്കുന്നത്. ഇനി ഒരു വാക്കോടെ ശ്രദ്ധിച്ചേക്കാം, അവിടെ കിടക്കുന്ന വാക്കുണ്ടല്ലേ. അതുകൊണ്ട് കർണലുപ്പാൻ തത്സമയത്ത് സഹായത്തിനുള്ള കൃപ. നമ്മൾ അതിലേക്ക് പിന്നെ വരാം. അവിടെ കിടക്കുന്നത് നമ്മൾ എങ്ങനെ പറഞ്ഞാൽ അതുകൊണ്ട്. അതാ ചിന്തിക്കണ്ടേ. അതുകൊണ്ട്, ഏതുകൊണ്ട്? നമ്മുടെ മിടുക്കൊണ്ടാണോ? നമ്മുടെ കഴിവുകൊണ്ടാണോ? നമ്മുടെ സൗന്ദര്യം കൊണ്ടാണോ? നമ്മുടെ കുലമഹിമ കൊണ്ടാണോ? നമ്മൾ ന്യൂയോർക്കിലായതുകൊണ്ടാണോ? അല്ല. അതുകൊണ്ടാണോ? അല്ല. അവിടെ അതുകൊണ്ടെന്ന് പറഞ്ഞ ഒരു ബ്രിഡ്ജിങ് വേർഡാ. ഇന്ന് നമ്മൾ അതൊന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ പ്രധാന ഇതിലേക്ക് കടക്കും. അതുകൊണ്ട് അതറിയണമെങ്കിൽ നിങ്ങളൊന്ന് പെട്ടെന്ന് അതിന്റെ 14-ാം വാക്യം തൊട്ടൊന്ന് പെട്ടെന്ന് വായിച്ചാട്ടെ. 4:14 മുതലുള്ള വാക്യം പെട്ടെന്ന്. അടുത്തത് അടുത്തത് അതുകൊണ്ട് മതി. ഇനി നിങ്ങളെല്ലാം ശ്രദ്ധിക്കട്ടെ, നമ്മൾ അല്പം ഒന്ന് വചനത്തിലേക്ക് കയറുക. അപ്പൊ നമ്മൾ ഈ കൃപാസനത്തിൽ എങ്ങനെ വന്നേ? പറ. കൃപാസനത്തിനടുക്കൽ എങ്ങനെ വന്നേ? നമ്മൾ ധൈര്യത്തോടെയാ വന്നേ. എന്തുകൊണ്ടാ ധൈര്യത്തോടെ വന്നേ? അതൊക്കെ വിട്, ഞാൻ വരാം, അതിലേക്ക് വരാം. നമ്മൾ വന്ന ധൈര്യത്തോടെ വന്നത് അതുകൊണ്ടാണ്. നമ്മൾ ധൈര്യത്തോടെ വന്നേ. ഏതുകൊണ്ടാണെന്ന് അറിയണേ? 14 തൊട്ടുള്ള വാക്യം ഞാൻ തന്നെ പറയാം. ശ്രേഷ്ഠ മഹാപുരോഹിതനല്ല, അവിടെ 3 പ്രത്യേകതകളുണ്ട്. വളരെ ശ്രദ്ധിച്ചേ. 3 എല്ലാവരും ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ, ബൈബിൾ അടച്ചിട്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കേ. അല്ല, 3 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, അവൻ ആകാശത്തൂടെ കടന്നുപോയവനാണ്. ശ്രദ്ധിക്കണേ. ഒന്ന്, നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ അവൻ ആകാശത്തൂടെ കടന്നുപോയവനാണ്. 14-ാം വാക്യത്തിൽ. 15-ാം വാക്യം തുടങ്ങുന്നത്, അവൻ നമ്മുടെ ബലഹീനതകളിൽ അവൻ സഹതാപം കാണിക്കുന്നവനാണ്. മൂന്നാമത്തത്, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യം അവൻ പരീക്ഷിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം. എന്നെ കേൾക്കുന്ന ദൈവത്തില് ഈ വരുന്ന 21 ദിവസം ഒരു മടിയും കൂടാതെ ഹല്ലേലൂയ നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരാൻ പറ്റുന്നത് നമ്മൾ വരുന്നത് ഒരു കൃപാസനത്തിന് മുമ്പിലാണെങ്കിൽ അവിടെ ഇരിക്കുന്നവന് അവന് ചില യോഗ്യതകളുണ്ട്, അവന് ചില അവസ്ഥകളുണ്ട്. ആ അവസ്ഥകൾ അവനുള്ളത് കൊണ്ട് നമുക്ക് മടി കൂടാതെ നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ ഇറങ്ങി വരാൻ കരുത്തുള്ളവൻ ആ കസേരയിൽ ഇരിക്കുന്നോണ്ട് വിളിച്ചു പറ, ഞാൻ ധൈര്യത്തോടെ ദിവസങ്ങൾ ദൈവസ്ഥലിൽ അടുത്ത് വരും. അവിടെ ആ വാക്കൊന്ന് വിരിക്കുക. അവിടെ നമ്മൾ നിൽക്കേണ്ട, ഞാൻ എൻ്റെ വാക്യത്തിലേക്ക് മടങ്ങി വരും. അവിടെ കിടക്കുന്ന ഒന്ന്, അവൻ ആകാശത്തൂടെ കടന്നുപോയി. അങ്ങനല്ല കറക്റ്റ് വാക്ക്. ഇങ്ങനെ പറയണം, മരണത്തെ ജയിച്ചവനാ. ആരായിരിക്കുന്നേ? സ്വതം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നമുക്ക് മറികടക്കാൻ പറ്റാത്ത ചില മണ്ഡലങ്ങൾ, നമുക്ക് ജയിക്കാൻ കഴിയാത്ത ഇന്നലെ കണ്ട ചില വിഷയങ്ങൾ, അതിന്മേൽ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് സർവശക്തന്റെ കരത്തിന്റെ വല്ലഭത്താൽ നമ്മൾ ജയിച്ച് കയറുമെന്ന് വിശ്വസിക്കുന്നവർ പറ. അല്ല, ഞാൻ പലയിടത്തും പരാജയമാണെങ്കിലും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, കൃപാസനത്തിൽ ഇരിക്കുന്നവൻ അവൻ ജയാളിയാകയാൽ എത്ര പേർക്കൊന്ന് സ്തോത്രം പറയാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോ നമ്മൾ ശാന്തമായി ഒന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ വാക്യത്തിലേക്ക് വരാം. അപ്പൊ ഒന്ന്, അവൻ ആകാശത്തൂടെ കടന്നുപോയി. അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാകില്ലല്ലോ. ഈ ആകാശത്തൂടെ കടന്നുപോയെന്ന് പറഞ്ഞാൽ കറക്റ്റ് വാക്ക്. അങ്ങനാണെങ്കിൽ ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ് അകത്തളങ്ങളിൽ കല്ലറയ്ക്കകത്ത് അടയ്ക്കപ്പെട്ടവനല്ലേ അവൻ, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. പീലാത്തോസ്, ഇനി അല്പസമയം ഞാൻ ആ ഭാഗത്ത് നിൽക്കുക. പീലാത്തോസും പരീക്ഷകളും കൂടെ ചേർന്ന് യേശു കാൽവറിയിൽ മരിച്ചു കഴിഞ്ഞപ്പോ ആ പശ്ചാത്തലം ഇങ്ങനെ കിടക്കുന്നത്, കാൽവറിയിൽ മരിച്ചു കഴിഞ്ഞപ്പോ ഈ അരിമത്യക്കാരൻ യോസഫ് യേശുവിനെ കല്ലറയെ കൊണ്ടുവച്ചു, അല്ലേ? കല്ലറയെ കൊണ്ടുവച്ചിട്ട് അവിടെ തന്നെ ഒരു പ്രശ്നം സംഭവിച്ചു. ഒരു വലിയ കല്ലുകൊണ്ട് ഗുഹാമുഖത്തെ ഗുഹാമുഖത്തെ അടച്ചു. സാർ, 2 സഹോദരിമാർ ചോദിച്ചൊരു ചോദ്യമില്ലേ, ആര് നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റും? അത് കറക്റ്റ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ആര് നമുക്ക് വേണ്ടി കല്ല്? അപ്പൊ ഈ കല്ല് നീക്കി മാറ്റുമെന്നല്ലേ ചോദിച്ചത്?
ഉരുട്ടി മാറ്റും. ശ്രദ്ധിക്കണേ, അങ്ങനാണ് ഈ കല്ല് എന്തോ ചെയ്യാം. ഇനി നിങ്ങൾ വാ. ഇപ്പൊ ഇതുവരെ ഓർഡർ ആയില്ല, ഒന്നാമത്തെ ദിവസത്തിന്റെ പോരാട്ടമുണ്ട്. സ്വോത്രം. സുരക്ഷയുടെ ഓർഡറായി വരണം. ഒന്ന് കര ഉയർത്തി സ്വോത്രം പറഞ്ഞേ. അടുത്ത 21 ദിവസത്തെ വിടുതലുകളുടെ ഫൈറ്റിങ്ങിലായി ഇപ്പൊ ഞാൻ നിൽക്കുന്നേ. നിങ്ങളാരും സ്വോത്രം പറഞ്ഞില്ല. സ്വോത്രം. ഒന്നും കൂടെ പറയാം. ഞങ്ങള് ജോം ഭാഷയൊക്കെ കയറി, വാട്സം ഭാഷയൊക്കെ അറിയാം. നാട്ടിലൊക്കെ 21 ദിവസത്തിന് ഞങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ ചോദിക്കുക എത്രാമത്തെ ദിവസം ഞാൻ പ്രസംഗിക്കുന്നത്. സ്വോത്രം. ആദ്യത്തെ ഒരു 7 പറയും. പാസ്റ്റർ രണ്ടാമത്തെ ആഴ്ചയോ 3-ാമത്തെ ആഴ്ചയോ തരാൻ പറയും. നിങ്ങൾ മനസ്സിലായി? 3 ദിവസം ഉപവാസമാണെങ്കിൽ ആദ്യത്തെ ദിവസം ഞങ്ങൾ പോവുകയില്ല. 21 ആദ്യത്തെ 7 ദിവസം ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. ആരോടും പറഞ്ഞു കൊടുക്കല്ലേ. 40 ആണെങ്കിൽ ആദ്യത്തെ 10 ദിവസം എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. കാരണം അത് ഫൈറ്റിങ് വേറെ ലെവല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. സ്വരം. അപ്പൊ പറയാൻ വന്ന വാക്ക്, ഈ കല്ല്, 2 സഹോദരിമാര് കല്ല് ചോദിക്കാനല്ലേ, ആര് നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റും. അതിന്റെ അർത്ഥം ഈ കല്ലെന്തോ ചെയ്യാം, ഉരുട്ടാം. അങ്ങനെയാണെങ്കിൽ ഒരു ദൂത് അവിടെ ഉണ്ടല്ലോ, നിങ്ങൾ തന്നെ പറ. ആ കല്ല് ഉരുട്ടി മാറ്റാമെങ്കിൽ ആ കല്ല് എങ്ങനത്തതാ? ഉരുളുന്ന കല്ലാണ്. അങ്ങനെയാണ് ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. ഈ കല്ല് എങ്ങനത്തെ കല്ലായിരിക്കും? ഉരുണ്ട കല്ലായിരിക്കും. മനസ്സിലായില്ല? പിടിയിട്ടില്ല? ചതുരത്തിലെ കല്ലാണെങ്കിൽ ഉരുട്ടി മാറ്റാൻ പറ്റുകയില്ല, നീക്കി മാറ്റാനേ പറ്റൂ. അങ്ങനാണെങ്കിൽ ഉരുട്ടി മാറ്റണമെങ്കിൽ ഇത് ഉരുണ്ട കല്ലായിരിക്കണം. അപ്പോ ഒരു ചോദ്യം സ്വാഭാവികം, ഉരുട്ടി വെച്ചെങ്കിൽ ഉരുട്ടി മാറ്റാനും എന്ത് ചെയ്യും? നമുക്ക് അവിടെ നിൽക്കുന്നില്ല, നമ്മുടെ വിഷയം അവിടെ അല്ല. ഇതുവരെ ഉരുട്ടി വെച്ചെങ്കിൽ, ഗുഹാമുഖത്തേക്ക് ഉരുട്ടി വെച്ചെങ്കിൽ ഗുഹാമുഖത്തിന് എന്ത് ചെയ്യാം? അങ്ങനാണ് വെച്ചവൻ ഒരു നിർബന്ധമുണ്ട്, ഇതിനി ആരും എന്ത് ചെയ്യരുത്. നിങ്ങൾക്ക് മനസ്സിലായില്ല? അല്പശാന്തമായി വന്നാലേ പിടികിട്ടു. എന്ത് ചെയ്യരുത്? ഉരുട്ടി മാറ്റരുത്. അന്നത്തെ കാലത്തെ നമ്മൾ അവരുടെ കല്ലറ പഠിച്ചാലേ അതിന്റെ അർത്ഥം മനസ്സിലാകൂ. അതിലേക്ക് ഞാൻ വരുന്നു. ശ്രദ്ധിക്കണേ, അന്നത്തെ കാലത്ത് ഈ കല്ല് ചുമ്മാ വെച്ചങ്ങ് ഉരുട്ടി വെക്കല്ല. ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ 4-5 പിള്ളേർ വന്നാലും എന്ത് ചെയ്യാം? പറഞ്ഞതില്. അതുകൊണ്ട് ഒരിക്കലും നമുക്കറിയാം, ഈ ലോകത്തിൽ നമ്മൾ ഒരു ഹോട്ടലൊക്കെ വാടക എടുത്തു കഴിഞ്ഞാൽ അവരുടെയിലും ഒരു കീ ഉണ്ട്, നമ്മുടെ ഒരു കീ ഉണ്ട്. നമ്മളാ കീ കളഞ്ഞു വന്നാലും ഹോട്ടലുകാർക്ക് എന്ത് ചെയ്യും? പറ സാർ അല്ലേ. എന്നാൽ ഈ ലോകത്തിൽ, കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ മീറ്റിങ്ങിനാണെന്ന് പറഞ്ഞത്, അല്ല, ഈ ലോകത്തിൽ ഒരു വീക്കെൻഡിലേക്ക് ഒരു കല്ലറ വാടകയ്ക്ക് എടുത്ത ഒറ്റ ആളേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാ. നിങ്ങൾ ആരും സ്വോത്രം പറഞ്ഞില്ല. നമ്മളൊക്കെ ഹോട്ടലിലൊക്കെ വീക്കെൻഡ്, ലോങ് വീക്കെൻഡ് വരുമ്പോ നമ്മൾ ഹോട്ടലിലൊക്കെ റൂം ബുക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ മോട്ടലിലൊക്കെ റൂം ബുക്ക് ചെയ്യും. വീക്കെൻഡ് വെള്ളിയാഴ്ചയിലും നമ്മൾ ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ പോയി അല്ലേ. എന്നാൽ ഈ ലോകത്തിൽ ആദ്യമായിട്ട് അരിമത്യക്കാരന്റെ കല്ലറ റെന്റിനെടുത്തത് ഇങ്ങനെ ആയിരിക്കാം പറഞ്ഞത്. അരിമത്യക്കാരനെ വെള്ളിയാഴ്ച തന്ന ഞായറാഴ്ച അതുപോലെ തിരിച്ചു തന്നേക്കാമെന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ ആദ്യമായി ഒരു കല്ലറ റെന്റിനെടുത്തെങ്കിൽ, അത് വീക്കെൻഡിലേക്ക് എടുത്തെങ്കിൽ, അവന്റെ പേര് നാസറേത്തുകാരൻ. ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ട് ശ്രദ്ധിക്കണേ. അന്നത്തെ ഭാഗം നമ്മൾ പഠിച്ചാൽ ഈ കല്ല് ഉരുട്ടി വയ്ക്കുക എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അവിടെ കല്ലുരുട്ടുന്നല്ല പ്രശ്നം. ഈ ഗുഹാമുഖത്ത് ഇവർ ട്രാപ്പ് ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ ഈ ഗുഹാമുഖത്ത് ഒരു കിടങ്ങ് പോലെ ഒന്ന് കല്ലുകൊണ്ട് വെട്ടിവെക്കും. എന്തിനാന്ന് വെച്ചാൽ ഈ കല്ല് ഇതിനകത്തേക്ക് ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ട്രാപ്പിൽ വന്ന് വീഴും. മേലാൽ ഇത് തിരിച്ചുട്ടാൻ പറ്റുകയില്ല. നിങ്ങൾ എന്നോട് ഉണ്ടെങ്കിലും സ്വതന്ത്രം മനസ്സിലായില്ലല്ലേ? ഹല്ലേലൂയ സാറേ. ഈ കല്ല് അതുകൊണ്ടാണ് പറഞ്ഞത്, ഉരുണ്ട കല്ലായതുകൊണ്ടാണ് ഉരുട്ടി മാറ്റാൻ പറ്റുന്നത്. ഇതുവരെ ഉരുട്ടി വെച്ചെങ്കിൽ ഇനി എന്ത് ചെയ്യാം? ഉരുട്ടാം. അങ്ങനെയാണ് ഇവിടെ ഉരുട്ടി വെച്ചവനൊരു നിർബന്ധമുണ്ട്, ഇനി ആര് വന്നാലും എന്ത് ചെയ്യരുത്? ഹോട്ടലാണെങ്കിൽ പിറ്റേന്ന് റൂം വെക്കേറ്റ് ചെയ്യുക. ഇതിനി ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല. ഒരുവനെ ഒരിക്കൽ ഒരു കല്ലറ വെച്ചാൽ എന്നേക്കുമായിട്ട് അവനെ ആ കല്ലറ വെച്ചതാണ്. ആ കല്ലറയിൽ നിന്ന് കല്ല് മാറ്റേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഉരുട്ടി വെച്ച കല്ല് അതൊരു കിടങ്ങിനകത്തേക്ക് ഇവർ ഉരുട്ടി വെക്കുന്നത്, മേലാൽ ഇത് മാറാതെ വണ്ണം. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട് ഇതില്. അങ്ങനെ ഉരുട്ടി വെച്ച ആ കല്ലൊരു കിടങ്ങിനകത്ത് വീണത് അത് മാറ്റാൻ ദൈവം തന്റെ ദൂതനെ വരുത്തിയെങ്കിൽ, അല്ലെ അകത്തിരുന്നവനെ പുറത്തെടുക്കാൻ സർവശക്തന്റെ തേജസ്, അവന്റെ മഹത്വം വെളിപ്പെട്ടെങ്കിൽ, ഒന്ന് കരമുയർത്തി വിളിച്ചു പറ, അല്ലെ അകത്തിരുന്നവനാ ഇപ്പൊ കൃപാസനത്തിൽ ഇരിക്കുന്നത്. അങ്ങനെയാണ് ദൈവത്തില് ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ശത്രു വെച്ച ഏത് ദുഃഖമാണെങ്കിലും ഏത് വെല്ലുവിളിയാണെങ്കിലും ഉരുട്ടിമാക്കാൻ കരുത്തുള്ളവൻ ഇന്ന് രാവിലെ വെളിപ്പെട്ട് വരുമെന്ന് വിശ്വസിക്കുന്നവരൊക്കെ പോരാ. ദൈവാത്മാവിന്റെ ഒരു സാന്നിധ്യം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. അല്ല, ചില റിസൾട്ടുകൾ വെളിപ്പെടാതെ വേണം. ചില കുടുംബങ്ങൾക്കകത്ത്, ചില വ്യക്തികൾക്കകത്ത് ദൈവിക വിടുതലുകൾ വെളിപ്പെടാതെ വേണം.
കാരണം വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ആഴങ്ങള് ഇന്ന് രാവിലെ ദൈവാത്മാവ് ക്യാൻസൽ ചെയ്യാൻ. പോരാ പോരാ പോരാ. ഉടവന സന്ധരാധര ഉടവന അൽഹത്തന റംശൽ കടക. അല്പസമയം ആത്മാവിൽ ആരാധിച്ചാട്ട് അല്ല ഉപവാസത്തിന് നേരെ, ആത്മമണ്ഡലങ്ങൾക്ക് നേരെ, ആത്മിക ആരാധനയ്ക്ക് നേരെ ഉരുട്ടി വെച്ച മേഖലകള് യേശുവിന്റെ നാമത്തിൽ അത് ക്യാൻസൽ ആകാൻ. ഞാന് ഈ ആദ്യത്തെ സെക്ഷൻ ആയതുകൊണ്ട് ബൈബിൾ ക്ലാസ് ആയിട്ട് പോകാൻ ആഗ്രഹിച്ചു. സത്യത നമ്മൾ വന്ന സ്ഥലത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ ഒന്ന് പറഞ്ഞ്, പക്ഷേ ദൈവാത്മനല്ല. ഇത് ഇപ്പോഴത്തെ ലൈവൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നത് നല്ലതാണ്. ുണ്ടെങ്കിൽ എന്നല്ല, വന്നു. ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. പറ കർത്താവേ, ഈ ഉപവാസത്തിന് നേരെ നിങ്ങൾ വിരോധമായി പറഞ്ഞതല്ല, എന്റെ വിടുതലിന് തടസ്സമായി ശത്രു എവിടെങ്കിലും എന്നെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ അതിനെ ക്യാൻസൽ ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ അറിവുകേടി പറഞ്ഞത് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുക. എന്റെ അറിവുകേടി സംഭവിച്ചു പോയത്, എന്റെ പരിജ്ഞാനക്കേട് ഞാൻ പറഞ്ഞു പോയത്, കർത്താവെ ഞാൻ അത് മാറ്റി പറയുന്നു. എന്റെ കർത്താവ് വിചാരിച്ച എന്റെ ലെവല് മാറുന്ന, എന്റെ സഭയുടെ ലെവല് മാറുന്ന, ആത്മമണ്ഡലം മാറുന്ന ഒരു ദൈവ പ്രവൃത്തി. പോരാ 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 പോരാ. ഇന്ന് ആ മേഖലയിൽ ഒരു വിടുതൽ സംഭവിക്കട്ടെ. അല്ല, അനുഗ്രഹവും ശാപവും നമ്മുടെ നാവിന്റെ അധികാരത്തില്, അല്ല ജീവനും മരണവും നമ്മുടെ നാവിന്റെ അധികാരത്തില്. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, എന്റെ ദൈവം ആഗ്രഹിക്കുന്ന ചില വിടുതലുകൾ എന്റെ ഈ ആലയത്തിനകത്ത് സംഭവിക്കും. ഉടവര സന്ധരാധരാധര ഉടവൽ പവാദഘടകന്. അല്പസമയം ആത്മാവിൽ ആരാധിച്ചാട്ടെ. നമ്മുടെ വാക്യത്തിലേക്ക് നമുക്ക് ഓടിക്കേറി വരാൻ അല്പസമയം ആത്മാവിൽ ശക്തിയോടെ. ഉടവന സന്ധരാധര റേഷി കൽക്കതാരഘടകൾ. യെസ്, ഓ ഓ യെസ്, ഓ നമ്മുടെ വിടുതലുകൾക്ക്, നമ്മുടെ ആത്മമണ്ഡലങ്ങൾക്ക് വിരോധമായ, ദൈവാത്മാവിന്റെ പ്രവർത്തികൾക്ക് വിരോധമായ സകല മേഖലകളെയും കർത്താവ് രാവിലെ ശാസിക്കാൻ. ഉടവര സധരാധരാധര ഘടകൽ. പ്രവർത്തി ഊടംബാരം വേരം വേരം അടകം പടകം വടകം പടകം അടകം വർഷം വൽപ്പവൈട വൽപ്പവാദ ഘടകം റേഷികേദ ഘടകല ഘടകൽ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് ഇതില് പോട്ടെ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരിക. അപ്പൊ പറയാൻ വന്നത്, അടയ്ക്കപ്പെട്ട കല്ലറ എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ ഒന്നുമല്ല കല്ലറ. ലൈവ് ഓൺ ചെയ്യാൻ കേട്ടോ, ശ്രദ്ധിക്കണേ. അടയ്ക്കപ്പെട്ട കല്ലറ എന്ന് പറയുമ്പോൾ വെറും കല്ലറയല്ലത്. ആ കല്ല് സഹോദരിമാർ വെച്ച കല്ല് ആര് ഞങ്ങൾക്ക് വേണ്ടി ഉരുട്ടി മാറ്റി. കല്ലുരുട്ടി മാറ്റുന്നത് എൻ്റെ പൊന്ന് സഹോദരി. ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കിടങ്ങ്, ആ കിടങ്ങിനകത്തൊരു കല്ല് വന്ന് വീണ ആ കല്ല് പിന്നെ എന്ത് ചെയ്യാൻ പറ്റിയല്ല, അത് ലോക്കാവുക. അത് ശ്രദ്ധിക്കണേ, അത് ഉരുട്ടാൻ പറ്റിയല്ല. പക്ഷേ മനുഷ്യൻ അസാധ്യമായത് ഒരേഞ്ചലിക് മിനിസ്ട്രി കൂടെ ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുക. നിന്നെ കൊണ്ട് കഴിയാത്തത്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് കഴിയാത്തത് പ്രവചനാത്മാവ് ദൈവാത്മാവ് ഇടപെടുന്നു. നിന്നെ കൊണ്ട് കഴിയാത്തത് അല്ല, തന്റെ ദൂതന്മാരെ അയച്ച് പ്രവർത്തിക്കാൻ കരുത്തുള്ള സർവശക്തന്റെ കരത്തിന്റെ വല്ലഭത്ത്. ഞാന് ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, നമ്മൾ ആ ഭാഗത്തൊന്ന് നിൽക്കുക. ഞാൻ ഓടി നമ്മുടെ വാക്ക് കർത്താവിന്റെ വലിയദാസൻ പറഞ്ഞ സമയത്തിനകത്ത് ഓടിയെത്തണം. കർത്താവിന്റെ വലിയദാസന്മാരെ ബഹുമാനിച്ചോണ്ട് ഞാൻ ഒരു വാക്ക് പറയാം. ഒരു ഉപദേശമല്ല, ഡോക്ടറിനല്ല, ഒരു ചിന്ത പറയാം. നിങ്ങൾ വചനം പഠിക്കുന്നവരായതുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് ഒന്നാമത്തെ ചിന്തയാണ് അവൻ ആകാശത്തൂടെ, അതങ്ങനെ പറഞ്ഞാൽ പറ്റുകയല്ല. സിംഹാസനത്തെ ഇരിക്കുന്നവൻ മരണത്തെ ജയിച്ചവൻ, അതാ കറക്റ്റ് വാക്ക്. മരണത്തെ ജയിച്ചു. അതിന് ഒരൊറ്റ വാക്ക് വചനത്തിൽ നിന്ന് കാണിക്കുക. ഒരു ചിന്ത ദൈവാത്മാവ് എനിക്ക് തന്നെ. ഈ പിശാച് കർത്താവിനെ മരുഭൂമി പരീക്ഷിക്കാൻ കൊണ്ടുപോയപ്പോൾ കർത്താവിനോട് 3 ചോദ്യമല്ലേ ചോദിച്ചത്. ബാക്കി ഒന്നും എടുക്കണ്ട, 3 ചോദ്യം. ഒരു വചനപഠനം പോലെ വന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 3 ചോദ്യം ചോദിച്ചു. ഒന്നാമത്, കല്ല് അപ്പമാകാൻ. രണ്ടാമത്തെ ചോദ്യം, ദേവാലയത്തിന്റെ അഗ്രത്തിൽ കൊണ്ട് നിർത്തിട്ട് പറഞ്ഞു മേളിൽ താഴോട്ട് ചാടി, അല്ലേ? എന്നിട്ടൊരു വാക്യം ബൈബിളിൽ നിന്ന് പറഞ്ഞു,
നിന്റെ കാൽ കല്ലിത്തട്ടി പോകാതിരിക്കണേന് അവൻ തന്നെ ദൂതന്മാരോട് കൽപ്പിച്ചു. മൂന്നാമത്തത്, ഒറ്റ നിമിഷം കൊണ്ട് ലോകവും അതിന്റെ മഹത്വം എല്ലാം കാണിച്ച്, ന്യൂയോർക്കും കാണിച്ച്, ന്യൂജേഴ്സിയും കാണിച്ച്, ഫിലദൽഫിയ കാണിച്ച്, എല്ലാം കാണിച്ചേച്ച് പറഞ്ഞു, ഇതെല്ലാം നിനക്ക് തന്നേക്കാം, നീ വീണെന്നെ നമസ്കരിക്കും. നമുക്ക് അതിനകത്ത് രണ്ടാമത്തെ ചോദ്യം, ഇത് കർത്താവിന്റെ 3 അവസ്ഥയല്ലേ? ഇത് ടോപ്പിക്ക് മാറുകയല്ല, ഒരു ചിന്ത മാത്രം, ഉപദേശമായിട്ട് എടുക്കണ്ട. ഒന്ന് ചോദിച്ചത്, കല്ല് നിന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത് നിന്റെ അപ്പനല്ലേ, ഒരു മിഷന് വേണ്ടി നിന്നെ പറ. എന്നെ കർത്താവ് പ്രവചനാത്മാവിൽ അങ്ങ് കൊണ്ടുപോകുന്നല്ലോ. സാറ മനസ്സിലായില്ല? ദൈവത്തിലെ ആലയത്തിനകത്തെ ആരാധന മാത്രമൊന്നുമല്ല ദൈവസഭയെ കുറിച്ചുള്ള പ്രോജക്റ്റ്. ഒരു സഭയുടെ വളർച്ചയുടെ ഏറ്റവും ശ്രേഷ്ഠത സഭ മിഷനിൽ എങ്ങനെ പ്രവർത്തിക്കപ്പെടുന്നെന്നുള്ളതാണ്. ദൈവാത്മാവ് പ്രവചിക്കുക അഭിഷക്തനെ, ഹല്ലേലൂയ. സഭയുടെ 4 ചുവരിനകത്ത് കർത്താവിന് ഒരു വെളിപ്പാട് കാണിക്കുന്നത്, ഒരു പ്രതലത്തിലേക്ക് മഴവെള്ളം വീണ് കഴിയുമ്പോൾ ആ മഴത്തുള്ളി പലതുപോലെ ചെതർന്നതുപോലെ വ്യത്യസ്ത മേഖലകൾ മിഷൻ ദൗത്യമായി അസാധാരണമായ ചില മേഖലകളിലേക്ക് ദൈവസഭയെ നടത്താൻ ദൈവാത്മാവ് ഇടപെടുന്നു. പല റീച്ചും അൺറീച്ചും ദൈവാത്മാവ് ഇടപെടുന്നു. പലരും കടന്നു പോകാൻ മടിക്കുന്ന മണ്ഡലങ്ങളിൽ ഹല്ലേലൂയ കർത്താവ് ദൈവസഭയ്ക്ക് ചില വേലകൾ തരാൻ എന്റെ ദൈവം വിശ്വസ്തനെന്ന്, അതാ സഭയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രൊജക്ട് എന്ന് ഇന്ന് രാവിലെ പറഞ്ഞാൽ ഒന്ന് ആത്മാവിൽ റിസീവ് ചെയ്തു. വഴി തുറക്കാൻ ദൈവം വിശ്വസ്തന്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ ഹല്ലേലൂയ ആ വാക്ക് ഒന്നും കൂടെ ആവർത്തിക്കുന്നു. ചോദിച്ച ചോദ്യം ഇതാണ്, അല്ല നീ ഇവിടെ വന്നില്ലേ, നിന്റെ അപ്പൻ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടുണ്ടോ, നിന്റെ അപ്പൻ സേവിങ് ഡിപ്പോസിറ്റ് ഇട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണ് കല്ല് ഒന്ന് അപ്പമായി തീരാൻ പറ, അങ്ങനെയും ജീവിക്കാം. യേശു പറഞ്ഞ വാക്കിങ്ങനെയാ, അല്ലെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിലെ സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പൊ കർത്താവിന്റെ ഐഹിക ജീവകാലം എന്റെ വിഷയമല്ല. 2ാമത് ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടാൻ പറഞ്ഞത്, ഹല്ലേലൂയ, നിന്റെ കാൽ കല്ലിത്തട്ടി പോകാതിരിക്കണതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അതിന് നമുക്ക് ഇങ്ങനൊരു ചിന്ത എടുക്കാം. പിശാചി ചോദിച്ചത്, നിന്റെ ഒരവസ്ഥയെന്ന് അടുത്ത അവസ്ഥയിലേക്ക് പോകുമ്പോ ഇടയ്ക്ക് ഞാൻ കൊണ്ടൊരു കല്ല് വെച്ച മാറ്റാൻ ദൂതം വരുമോ? നിനക്ക് മനസ്സിലായില്ല? ഒന്നും കൂടെ ആവർത്തിക്കാം, ഉപദേശമായിട്ട് എടുക്കേണ്ട ചിന്തയായിട്ട്. നീ മേളിൽ താഴോട്ട് ചാടുക, ആ അവസ്ഥ നീ ഈ അവസ്ഥയിലോട്ട് മാറുമ്പോ ഇടയ്ക്കൊരു കല്ല് വന്നാൽ, നിങ്ങൾ എന്നോട് ഉണ്ടോ? വേണ്ട. ഞാനൊരു കല്ല് കൊണ്ട് വെച്ചാൽ, ഞാൻ പരീശന്മാരോട് ഇടപെട്ടിട്ട്, പീലാത്തോസിനോട് ഇടപെട്ടിട്ട് ഞാനൊരു കല്ല് ഒരു കിടങ്ങിനകത്ത് കൊണ്ട് വെച്ചാ അത് മാറ്റാൻ ദൂതം വരുമോ? ഒന്ന് ടെസ്റ്റ് ചെയ്യാനാ പറഞ്ഞേ. യേശു പറഞ്ഞെന്നെ അറിയാമോ? നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുതെന്നും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ, പിശാച് മനുഷ്യൻ ഉണ്ടാക്കിയതാണെങ്കിൽ അതിനാദ്യം ഡെമോ വെച്ച് ടെസ്റ്റ് ചെയ്യണം അല്ലേ? നമ്മൾ മേടിക്കുന്ന സാധനങ്ങളൊക്കെ ഡെമോ നോക്കി ടെസ്റ്റ് ചെയ്തിട്ടല്ലേ നമ്മൾ മേടിച്ചേ. നമ്മൾ നോക്കിയാൽ മതി, ഇവിടെ മേടിക്കുന്ന ഇലക്ട്രോണിക് സാധനത്തിന്റെ ആ കാർട്ടന്റെ എവിടെങ്കിലും ഓക്കേന്നോ അപ്രൂവ്ഡ് എന്നോ അവർ അടിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവർ മാനുഫാക്ചർ യൂണിറ്റിനകത്ത് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് നമുക്ക് ഡിസ്പ്ലേക്ക് വെക്കുന്നത്, അല്ലെ നമുക്ക് തരുന്നത്. അതുപോലെ ഡിസ്പ്ലേയുടെ ആവശ്യം എവിടില്ല. സ്വർഗമാ വചനം പറഞ്ഞതെങ്കിൽ നാളെ നീ കല്ല് വെച്ച് നോക്ക്. അന്ന് നടക്കുന്നതിന് ഇപ്പൊ ദൈവാത്മാവ് ഇടപെടുക. അല്ലെ ദൈവം പറഞ്ഞതാണെങ്കിൽ, ദൈവം ചെയ്തതാണെങ്കിൽ അതിന്റെ ഡിസ്പ്ലേയുടെ ആവശ്യമോ അതിന്റെ ഡെമോ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സമയത്ത് അത് വെളിപ്പെട്ടോളൂ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് സ്വോത്രം പറഞ്ഞാട്ട്. സ്വോത്രം. എനിക്ക് ആ വാക്യത്തിൽ മാത്രം, അവൻ ആരാ? അവൻ മരണത്തെ ജയിച്ച് ആകാശത്തൂടെ കടന്നുപോയവനാ ഇന്ന് കൃപാസനത്തിൽ ഇരിക്കുന്നത്. നീ വന്നു നിൽക്കുന്ന സ്ഥലത്തിന്റെ ശ്രേഷ്ഠ തിരിച്ചറിയ്. ആ കസേര ഇരിക്കുന്നവൻ അവൻ പരാജയപ്പെട്ടവനല്ല, അവൻ കല്ലറയ്ക്കകത്ത് അടയ്ക്കപ്പെട്ടവനല്ല, അവൻ കണ്ണാടിക്കൂടിനകത്ത് അടയ്ക്കപ്പെട്ടവനല്ല. അവൻ കല്ലറകളെ ഭേദിച്ച് അവൻ ജയാളിയായി മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജയാളിയായവൻ ഇന്ന് സിംഹാസനത്തെ ആ കൃപാസനത്തിൽ ഇരിപ്പുണ്ടെങ്കിൽ ജയാളിയാക്കാൻ കരുത്തുള്ളവൻ. ഞാന് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒന്നുകൂടെ പറയുക സാറ. ചോദിച്ചത് ടെസ്റ്റ് ചെയ്ത് നോക്ക. എന്തായാലും ഞാൻ കല്ല് വെക്കും, ഞാൻ അല്പം മുമ്പോട്ട് കയറുക. ഞാൻ എന്തായാലും ഞാൻ എന്ത് ചെയ്യും? നീ എന്നും ഈ അവസ്ഥ ഇരിക്കല, എന്നും ഈ അവസ്ഥ. ഇന്ന് നീ മർത്യശരീരത്തിലാ,
ഇന്ന് നീ മനുഷ്യ ശരീരത്തിലാ, നീ നാളെ മഹത്വ ശരീരത്തിലേക്ക് പോകേണ്ടവനാ. അങ്ങനാണെങ്കിൽ ഇടയ്ക്ക് ഇത് ഉപദേശമായിട്ട് എടുക്കല്ലേ, ചിന്തയായിട്ട് മാത്രം എടുക്കാം. പക്ഷെ അതിനകത്ത് നമുക്കൊരു ദൂതും വിടുതലും ഉണ്ട്. ആ അവസ്ഥക്കിടയ്ക്ക് ഞാൻ കല്ലുവെക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിലും സ്വോത്രം പറഞ്ഞാട്ടെ. അത് ആർക്കും മാറ്റാൻ കഴിയാത്തൊരു ട്രാപ്പിനകത്തിട്ട് കല്ലുവെക്കും. മാറ്റാൻ ദൂതം വരുമെന്ന സങ്കീർത്തനം പറയുന്നേ. അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കന്നല്ലേ പറഞ്ഞേ. കർത്താവ് തിരിച്ചു പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവേ പരീക്ഷിക്കരുതെന്നും കൂടെ തീയിട്ടുണ്ട്. അതിന്റെ അർത്ഥം പിശാച് എന്റെ അപ്പം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഡെമോ എനിക്ക് വേണ്ട. നീ കല്ല് വെക്ക്, നീ കല്ല് വെക്ക്, ഏത് വെല്ലുവിളി വെക്ക്. ദൈവാത്മാവ് ഇടപെടുക. ദേശത്ത് ദൈവസഭയ്ക്ക് അടിസ്ഥാനം വെളിപ്പെടാൻ സമ്മതിക്കത്തില്ലെന്ന് വച്ചു വയ്ക്കുന്ന കല്ല് അത് മാറ്റാൻ ഒരു ഏഞ്ചലിക് മിനിസ്ട്രി. ഈ പ്രാരംഭ പകൽക്കാലം തന്നെ ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുക. ഹല്ലേലൂയ. ചില കല്ലുകൾ മാറട്ടെ, അല്ല ഒരിക്കലും കുരി കഴിക്കത്തില്ലെന്ന് പറഞ്ഞു വാദിക്കുന്ന ചില കല്ലുകൾ ഇന്ന് ദൈവം തന്നെ ദൂതന്മാരെ അയച്ച് അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ. ഉടവനം വൽപ്പവാദകടകൾ ഇന്ന് ആ മേഖലയിൽ ഒരു വിടുതലാകട്ടോ. അല്പസമയം ആത്മാവിൽ ആരാധിച്ചാട്ടെ. ഈ പ്രാരംഭ ദിവസം തന്നെ ദൈവസഭയുടെ അടിസ്ഥാനം വെളിപ്പെടത്തക്കവണ്ണം ഇതുവരെ വെളിപ്പെടാത്ത ചില വാക്തത്വങ്ങൾ, ഇതുവരെ കാണാത്ത ചില ദൈവമണ്ഡലങ്ങൾ ആത്മതലത്തിൽ അത് വെളിപ്പെട്ടു വരും. പ്രൈസലോ. ഒന്ന് കര ഉയർത്തി സ്തോത്രം പറഞ്ഞതില് ഞാൻ ഹല്ലേലൂയ ആത്മാവിൽ അങ്ങ് ഡിക്ലെയർ ചെയ്യുക. മനോഹരമായ ഒരു മേഖലയിൽ ദൈവസഭയ്ക്ക് സ്വർഗം അടിസ്ഥാനം ഇടുവെന്ന് ഈ ഒന്നാമത്തെ പകൽക്കാലം ദൈവാത്മാവ് ദൂത് പറഞ്ഞാൽ, അല്ല നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തി ഈ പട്ടണത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടി ഒരു മനോഹര ദേശത്ത് എന്റെ ദൈവം അടിസ്ഥാനം ഇടുമെന്ന് പറഞ്ഞാൽ ആത്മാവ് റിസീവ് ചെയ്ത് വിളിച്ചു പറ, എന്റെ ദൈവത്തിന് ഒരു പ്രൊജക്റ്റ് ഉണ്ട്. കുഞ്ഞുങ്ങളെ ഈ ലൈവ് എടുക്കുന്നവരൊക്കെ ഒന്ന് കട്ട് ചെയ്യേണ്ടതൊക്കെ കട്ട് ചെയ്തോണേ. ഞാൻ ഇനി അത് പറയില്ല. ആഗ്രഹിക്കുന്നത് ഒരു പ്രൊഫറ്റിക്കൽ ലെവലിൽ കയറാൻ ആഗ്രഹിക്കുന്നത് ഒരു സംതിങ് സ്പെഷ്യൽ വേണം. മറ്റുള്ളവരിൽ വ്യത്യസ്തമായത്, മറ്റുള്ളവരിൽ ശ്രേഷ്ഠമായത് ഒരു അവകാശം എനിക്ക് വേണമെന്ന് ഇന്ന് രാവിലെ ചോദിക്കാൻ തയ്യാറാക്. ഒരു അസാധാരണമായ ഒരു മിറക്കിൾ ഇന്ന് രാവിലെ ചെയ്യ്. ഞാൻ വരട്ടെ. കർത്താവ് വെളിപ്പാട് കാണിച്ച് അങ്ങ് ചർച്ചിന്റെ മേഖലയിലേക്ക് പോകുന്നു. റീസെന്റ് ഞാൻ ചർച്ചിൽ പോയി. ആന്ധ്ര, തെലുങ്കാന. നിങ്ങൾ ശ്രദ്ധിക്കണം, തെലുങ്കാന. ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, അത് തെലുങ്കാന ബെല്ലംപള്ളി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മൈനിങ് സ്റ്റേഷനാ ബെല്ലംപള്ളി. മൊത്തം മൈന, കൽക്കരി, കോൾ ഖനികളാ. സത്യം പറഞ്ഞാൽ മനുഷ്യരൊന്നും അധികം ഇല്ലെങ്കിലും അവിടെ ഒരു ചർച്ചുണ്ട്, കാൽവറി മിനിസ്ട്രീസ് എന്നും പറഞ്ഞു. കാൽവറി ടെമ്പിൾ സതീഷ് കുമാറിൻ്റെയാ. അവിടെ 3 ലക്ഷം പേരുണ്ട്. അത് ഹൈദരാബാദ് സിറ്റി. പക്ഷെ കാൽവറി മിനിസ്ട്രീസ് എന്ന് പറയുന്ന ചർച്ചിൽ കഴിഞ്ഞ ദിവസം അന്ന് ശുശ്രൂഷയ്ക്ക് പോയി. അത് ഈ ബെല്ലംപള്ളിയിലാണ്. ബെല്ലംപള്ളി അത് പാസ്റ്റർ പ്രവീണിൻ്റെ, അദ്ദേഹം ഒരു തെലുങ്ക് ഭാഷ. ഞാൻ അവിടെ ചെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇന്ത്യയുടെ മൈനിങ് സ്റ്റേഷനായ ബെല്ലംപള്ളിയിൽ ഞാൻ പറഞ്ഞല്ലോ പ്രസംഗം, ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിന് ആരും മാർക്കിടല്ല. ഇവിടെ പ്രസംഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് നിങ്ങൾ മാർക്കിടാത്തവരായതുകൊണ്ടാണ്. ഒന്ന് കരവുയർത്തി സ്തോത്രം പറ. സത്യം പറഞ്ഞ ഈ രാജ്യത്ത് വന്നിട്ട് ഒരു പ്രൊഫറ്റിക്കൽ ലെവലിലേക്ക് വയറ് നിറഞ്ഞ് പ്രസംഗിക്കുന്ന ഇന്ന സത്യം. യെസ്, റിയലി. ഈ ആഴ്ച തിരിച്ചു പോവാ നാട്ടില്. വന്നിട്ട് കുറെ നാളായി. കുറെ മീറ്റിങ്ങിന് വേണ്ടി തന്നെയാ വന്നത്. വയറ് നിറഞ്ഞൊരു പ്രൊഫറ്റിക്കൽ ലെവലിൽ പ്രസംഗിക്കുന്ന ഭാഷ ഇന്ന. അതുകൊണ്ട് ഞാൻ അങ്ങനെ പോവാ. നിങ്ങൾ ശ്രദ്ധിക്കണം, പറയാൻ വന്നേ. ഭാഷ പ്രവീണിന്റെ ചർച്ച ചെന്ന് കഴിഞ്ഞപ്പോ 10 ഏക്കറാണ് ചർച്ച് കോമ്പൗണ്ട്. നിങ്ങൾ പിന്നെ അടിച്ചു നോക്കിയോ, ബെല്ലംപള്ളി പാസ്റ്റർ പ്രവീൺ, കാൽവറി മിനിസ്ട്രീസ് ബെല്ലംപള്ളി. ഇപ്പൊ ഇത് നോക്കല്ലേ, പിന്നെ നോക്കിക്കോണം. 10 ഏക്കർ. അതിന്റെ 2 ഏക്കർ മൊത്തം ചർച്ച് ബിൽഡിങ്ങാ. 2 ഏക്കർ. ബാക്കി 8 ഏക്കർ അവർ വനം പോലെ ഇതുപോലെ വെച്ച് പിടിപ്പിച്ചേക്ക. ചെറിയ മരങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു വനമേ തോന്നുന്നു, പക്ഷെ വനമല്ല, അതെല്ലാം പ്രയർ ഹട്ടുകളാ. ഇതിനകത്തെല്ലാം പ്രയർ ഹട്ടുകൾ ഉണ്ടാക്കിയിരിക്കുക.
24/7 ആ പ്രയർ ഹട്ടിനകത്ത് വിശ്വാസികൾ ഇരുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്. അതിലേക്ക് അടുത്ത പറയുന്നതിന് മുമ്പ്, അവിടുത്തെ ഇന്നത്തെ ഞാൻ ചെന്ന സമയത്ത് 6000 വിശ്വാസികൾ ആരാധിക്കുന്നത്. 6000 പേർക്ക് ഒന്നിച്ചിരുന്ന് ആരാധിക്കാനുള്ള ഹാളാത്. ഞാൻ പറഞ്ഞ വല്ല മനസ്സിലാകുന്നു? സ്വതന്ത്രം ബാക്കിയൊക്കെ ഇത് ലൈവൊക്കെ പോകുന്നുണ്ട്, വിരിക്കാനുണ്ട്. കാരണം നമ്മൾ ഇദ്ദേഹത്തെ വിശ്വാസത്തിൽ കൊണ്ടുവന്നത് 100 നിൽക്കുമ്പോഴാ ഇദ്ദേഹം 6000 കയറി. പോട്ടെ, പറയാൻ വന്നത് ഈ 24/7 ഇവിടെ പ്രയർ ഹട്ടി പ്രയർ നടക്കുന്നു. അപ്പോൾ തന്നെ 24/7 ലൈവ് വർഷിപ്പ് കോമ്പൗണ്ട് നടക്കുന്നുണ്ട്. 4 ടീം, നിങ്ങൾ ശ്രദ്ധിക്കണം, 4 ടീം, 4 ആരാധിക്കാനുള്ള 4 ടീമുണ്ട്, വർഷിപ്പ് ടീമുണ്ട്. 4 മണിക്കൂർ വെച്ച് അവരെന്തോണ്ടിരിക്കുക. ആദ്യത്തെ ടീം കയറും, 4 മണിക്കൂർ അവർ വർഷിപ്പ് ചെയ്യും. വർഷിപ്പ് എല്ലാ ഇൻസ്ട്രുമെന്റും വെച്ച്. അത് ഞായറാഴ്ച മാത്രമല്ല, വെള്ളിയും തിങ്കളും എല്ലാം. 4 മണിക്കൂർ കഴിയുമ്പോൾ അവര് മാറും, അടുത്ത ടീം കയറും. അപ്പോ ഈ ടീം പിന്നെ വരുന്നത് 12 മണിക്കൂർ കഴിയുമ്പോൾ ഇവര് കയറും. ഞാൻ അവിടെ പ്രസംഗിക്കാൻ ചെന്ന് കഴിഞ്ഞ മീറ്റിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോ കാറെ നിറങ്ങിയതല്ല പാസ്റ്ററെ, ശരിക്ക് ദൈവസാന്നിധ്യം നമ്മുടെ ബോഡിയിൽ അറിയാം. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? ഈ ദൈവസാന്നിധ്യം എന്നൊക്കെ പറഞ്ഞ കെട്ടുകഥയല്ലെന്നൊക്കെ ഹല്ലേലൂയ ആർക്കെങ്കിലും ഒക്കെ ബോധ്യം പറഞ്ഞെങ്കിൽ അവിടെ പോയി ഒന്ന് ഇറങ്ങിയാൽ മതി. അസാധാരണ പ്രസൻസ് ബോഡി. കാരണം 24/7 24/7 പ്രാർത്ഥന നടക്കുന്നു. 24/7 ലൈവ് വർഷിപ്പ് നടക്കുന്നിടത്ത് അസാധാരണമായ ദൈവസാന്നിധ്യം. ബെല്ലംപള്ളി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ആ മൈനിങ് സ്റ്റേഷനിൽ ദൈവത്തിന് അങ്ങനെ ഒരു മഹത്വത്തിന്റെ പ്രവൃത്തി ചെയ്യാമെങ്കിൽ ഈ ന്യൂയോർക്കിനകത്താണോ ചെയ്യാൻ കഴിയാത്തെ? പറ, ദർശനം വ്യാപിക്കട്ടെ. അസാധാരണമായ ഒരു റെവലേഷൻ കേറുന്നു. വിളിച്ചു പറ, എന്റെ കർത്താവേ, എനിക്ക് സംതിങ് സ്പെഷ്യൽ വേണം. ചോദിക്ക, ദൈവാത്മാവ് ഉറപ്പ് പറയുന്നു. അല്ലെ, അവൻ ചെയ്യാം, വിശ്വസ്തന്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരിക കേട്ടോ. ശ്രദ്ധിക്കണേ, ഒരു വാക്കൂടെ പറഞ്ഞു വിടാം. കർത്താവ് പറഞ്ഞ ഒരു വാക്ക് എന്നെ എപ്പോഴും ബലപ്പെടാറുണ്ട്. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും ഇതുവരെ പോട്ടെ, നിങ്ങൾ എന്റെ നാമത്തിൽ ഇതുവരെ ഒന്നും. നമ്മളൊരു പരിപാടി വരുമ്പോഴത്തേക്ക് നമ്മളിരുന്ന് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും. നിങ്ങളോടല്ല കേട്ടോ സാറേ, നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിച്ചോണ്ടിരിക്കും. അതങ്ങനെ എടാ, വിളിച്ചവനോട് ചോദിക്കണം, ഞാൻ എന്നാ പറ. വിളിച്ചവനോട് ചോദിക്കണം, ഞാന് എന്ത് ചെയ്യണം. അവന്റെ കയ്യിലുണ്ട് ഉത്തരം. എന്നെ എപ്പോഴും ബലപ്പെടുത്തുന്ന ഒരു വാക്കാണ്, നിങ്ങൾ ഇതുവരെ എന്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ, ചോദിപ്പീൻ നിങ്ങളുടെ സന്തോഷം. ബാക്കി പറ, അല്ല, ചോദിപ്പീൻ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമ്പോഴും. ഇന്ന് രാവിലെ ഉപവാസത്തിന്റെ 1ാമത്തെ പകൽ പരിശുദ്ധാത്മാവ് തിരുസഭയോട് പറയുക, നീ എന്റെ നാമത്തിൽ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ, ചോദിപ്പീൻ നിന്റെ സന്തോഷം പൂർണ്ണമാകുമ്പോഴും ഞാൻ ചെയ്തു തരാം. നിന്റെ സന്തോഷം, നിനക്ക് സന്തോഷം വരുന്നല്ല, നിന്റെ റിജോയ്സിന്റെ ആ ഹൈ റേഞ്ചിൽ. സഹോദരൻ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരിക. നമ്മൾ എടുത്ത വാക്യത്തിലേക്ക് വരണം. അപ്പൊ പറയാൻ വന്നത്, ഒന്ന്, അവൻ ആകാശത്തൂടെ കടന്നുപോയി. അവിടെ നിൽക്കുന്നത് ആകാശത്തൂടെ ചുമ്മാങ്ങ് പോകുകയല്ലായിരുന്നു. ഒരിക്കലും പുറത്ത് വരത്തില്ലെന്ന് പറഞ്ഞ കല്ലറയ്ക്കകത്ത് അടയ്ക്കപ്പെട്ട കർത്താവ്. ആ കല്ലറകൾ, നമ്മുടെ വിഷയം അവിടെയാണല്ലോ. ദൂതൻ അല്ല, അവിടെ പറഞ്ഞ വാക്കിങ്ങനെയാ 91 സങ്കീർത്തനത്തിൽ കിടക്കുന്നത്. അല്ലെ, തന്റെ ദൂതന്മാരോട് അവൻ കൽപ്പിക്കും. യഥാർത്ഥം നിങ്ങൾ നോക്കിയേ, 3ാമത്തെ ദിവസം കർത്താവ് കല്ലറന്ന് പുറത്ത് വരുമ്പോ വേണമെങ്കിൽ പോകുന്ന വഴി മഹത്വ ശരീരത്തിലാ അല്ലേ, ആ പോകുന്ന വഴി തന്റെ അണിവിരല് കൊണ്ട് എന്ത് ചെയ്യാം, ആ കല്ലലൊന്ന് തൊട്ടാ മതി, അല്ല നോക്കിയാ മതി, കല്ലെന്ത് ചെയ്യും. യേശുവാണോ കല്ല് മാറ്റിയത്? യേശുവാണോ കല്ല് മാറ്റിയത്? ഉറക്കെ പറ, ആരാ മാറ്റിയത്? അവിടെ വന്ന ദൂതൻ വന്ന് മാറ്റിയ ചടക്കേറി ഇരുന്നതല്ലേ കിടക്കുന്നത്. അങ്ങനാണെങ്കിൽ ബൈബിളിൽ കിടക്കുന്നത് കല്ല് മാറ്റുന്നത് നിന്റെ ജോലിയല്ല, ദൂതന്റെ ജോലിയാ. എത്ര പേർക്കൊന്ന് സ്തോത്രം പറയാൻ പറ്റും? ദൈവത്തിനെ ഒന്നുകൂടെ ആവർത്തിക്കാം. നിനക്ക് മുമ്പ് ശത്രു വെച്ച കല്ല് അത് മാറ്റുന്ന നിന്റെ ജോലിയല്ല, അത് മാറ്റാൻ ദൈവം ആക്കി വെച്ച അല്ല ദൂത സഞ്ചയങ്ങളുണ്ട്. ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് അസാധാരണമായ ചില ഏഞ്ചലിക് മിനിസ്ട്രികൾ വെളിപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പറ. അല്ല, ദൈവം തന്റെ ദൂതന്മാരോട് ആത്മമണ്ഡലത്തിൽ ചിലത് കൽപ്പിക്കാൻ, നമുക്ക് വേണ്ടി ചില ദൈവ പ്രവൃത്തി വെളിപ്പെടുത്താൻ എന്റെ ദൈവം അവൻ വിശ്വസ്തന്.
ഉടവന സധരാധരാധരാധര ഉടവല വലവല അടക രഗത രഗത ഓ ശിഖനാദ ഘടകന. ഈ ഉപവാസത്തിന്റെ പ്രാരംഭ പകൽക്കാലം തന്നെ അസാധാരണമായ ചില ദൈവ പ്രവൃത്തികൾ സംഭവിക്കാൻ, ദൈവാത്മാവിന്റെ ഇടപെടൽ വെളിപ്പെടാൻ, അസാധാരണമായ ദൈവിക ഡെലിവറൻസ് വെളിപ്പെടാൻ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കരമുയർത്തി സ്തോത്രം പറയാൻ പറ്റുമോ ദൈവത്തിലെ? സ്വതം പോട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് ഓടി വരിക. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് മടങ്ങി വരണം. അപ്പൊ അപ്പൊ നോക്കി, യഥാർത്ഥത്തിൽ ആകാശത്ത് കൂടെ പോയെന്ന് പറയുമ്പോ തന്നെ 3 മേഖലയെ ജയിച്ചേച്ചാ വന്നെ. ഒന്ന്, അവൻ മരണത്തെ ജയിച്ചു. ഉറക്കെ പറഞ്ഞിട്ട് വാക്ക്, ഇന്നൊരു ജയം വെളിപ്പെടും. ഞാനിപ്പോ ഓൾറെഡി കർത്താവിന്റെ ദാസൻ ജോബിൻ പാസ്റ്ററോട് ഒരു പാട്ടൊക്കെ എടുക്കാൻ പറഞ്ഞു, അതിലേക്ക് നമ്മൾ കയറാൻ പോകുന്നത്. സ്വതം അല്ല, ശ്രദ്ധിക്കണം. ഒന്ന്, മരണത്തെ ജയിച്ചു. 2, അവൻ പാതാളത്തെ ജയിച്ചു. എന്നാ പറ, പാതാളത്തെ ജയിച്ചല്ലേ? അതൊക്കെ ദൈവദാസന്മാർ എടുക്കുന്ന കാര്യമാണ്. അങ്ങോട്ട് പോയത് രക്തപങ്കില കരത്തോടെ. എങ്ങനെ പോയത്? രക്തപങ്കില കരം. അർത്ഥം മനസ്സിലായോ? 2 കയ്യിലും കാലിലും രക്തപങ്കില കരത്തോടെ പോയവൻ തിരിച്ചു വന്നത് രക്തപങ്കില കരത്തോടെ നല്ല, പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോലുമായിട്ട് വന്നു. നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലായില്ല? മനസ്സിലായവർക്കായി സ്തോത്രം. അങ്ങോട്ട് പോയപ്പോ എന്തുണ്ട്? രക്തപങ്കില കരമുണ്ട്. മടങ്ങി വന്നത് അങ്ങനെ വന്നതാണ് കിടക്കുന്നല്ല. അവിടെ ചെന്നേച്ച് 3 ദിവസം താനാ മസയ്യ എന്ന് ഡിക്ലെയർ ചെയ്തു എന്ന് പറഞ്ഞ ഓൾഡ് ടെസ്റ്റമെന്റ് സെയിൻസിനെ, അബ്രഹാമിന്റെ മടി, അപ്പർ ഷിയോൾ എന്നറിയപ്പെടുന്ന ഓൾഡ് ടെസ്റ്റമെന്റ് സെയിൻസ് കിടക്കുന്ന സ്ഥലത്ത് ചെന്ന് അവിടെ ചെന്ന് അവരെ കാത്തിരുന്ന ആ പ്രോമിസ്ഡ് മസയ താനാണെന്ന് കാണിച്ച് അവിടെ സുവിശേഷം പറയല്ല, അത് ഡിക്ലറേഷൻ നടത്തിയേച്ച് തന്നിൽ വിശ്വസിച്ചവരെ കൊണ്ട് ആ സകല സെയിൻസിനെ കൊണ്ട് പുറത്തു വന്നു. ഓ, ഒന്ന് സ്തോത്രം പറയാം. പുറത്തു വന്നു. എന്നിട്ട് പോരാൻ നേരം അതങ്ങ് പൂട്ടി. നിനക്കാർക്ക് മനസ്സിലായില്ല? ഇനി ഇത് വേണ്ടാന്ന് പറഞ്ഞു. നിനക്ക് പിടികിട്ടില്ല. പിണങ്ങല്ല. നിങ്ങൾ എന്നോട് പിണങ്ങാതിരുന്ന ഒരു കാര്യം പറയാം. അബ്രഹാം ചെന്നിട്ട് അവിടെ താമസിച്ചു കുറെ കാലം. എല്ലാരും പോയി അല്ലേ? ഹാബേൽ തൊട്ടുള്ള വിശുദ്ധന്മാരെല്ലാം പോയി. അബ്രഹാം പോയി, ഇസ്ഹാക്ക് പോയി, യാക്കോബ് പോയി, പിന്നെ ആരൊക്കെ പോയെന്നുള്ളത് നമുക്കറിയില്ല. ആരൊക്കെ പോയി? വിശുദ്ധന്മാരെല്ലാം പോയി. അവരൊക്കെ ചെന്ന് അവിടെ താമസിച്ചു. പക്ഷെ ഇവൻ ചെന്നപ്പോ താമസിക്കാനല്ല, പോന്നപ്പോ പൂട്ടി വെച്ചു പോകുന്നു. അങ്ങനെയാണ് നമ്മൾ താമസിക്കാൻ പോയി, യേശു പൂട്ടാൻ പോകും. അബ്രഹാം ഉൾപ്പെടെയുള്ള എല്ലാവരും എന്ത് ചെയ്തു? പോയി താമസിച്ചു. അവിടെ താമസിച്ചു. കാരണം അവിടെ താമസിക്കാൻ പറ്റും. പക്ഷെ കർത്താവ് എന്നത് പൂട്ടാനാണ്. പറ, ശത്രു വെച്ചതിന് വിധി പറയുന്ന ചില മണ്ഡലങ്ങൾ, അത് ധാരാളമല്ല കേട്ടോ, പൊതുവെ ശത്രു വെച്ചതിനെ പൂട്ടി ചിലതിനെ പുറത്തെടുക്കാൻ കരുത്തുള്ളവൻ ഇന്ന് രാവിലെ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് കരമടിച്ച് ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. എന്റെ യേശു ഇറങ്ങിയ പൂട്ടേണ്ട മണ്ഡലങ്ങളെ പൂട്ടി, ഹല്ലേലൂയ, ബ്ലോക്ക് ചെയ്യേണ്ട മണ്ഡലങ്ങളെ ബ്ലോക്ക് ചെയ്ത് അവൻ ജയാളിയായി അവൻ പുറത്തു വരും. സാധാരണ ഉടവന സധരാധരാധര. ഞാന് അവിടെ പ്രസംഗം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ശ്രദ്ധിക്കണേ, നമ്മള് വരുന്നത് പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ശ്രദ്ധിക്കേ. അപ്പൊ ഒന്ന്, ആകാശത്തൂടെ 3 മേഖല ജയിച്ചു. ഒന്നാമത് മരണത്തെ ജയിച്ചു, പാതാളത്തെ ജയിച്ചു, കല്ലറയെ ജയിച്ചു. പ്രൈസലോ, കല്ലറയെ ജയിച്ചു. എന്നേറ്റ് അങ്ങോട്ട് പോയി? കര ഉയർത്തി സ്തോത്രം പറ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ആരാ കൃപാസനത്തിൽ ഇരിക്കുന്നത്? മരണത്തെ ജയിച്ചവനാ. അല്ല, ജയാളിയാണ്. നമുക്ക് ധൈര്യത്തോടെ വരാൻ പറ്റുന്ന കാര്യം ഇതാ. അയ്യോ, നമ്മുടെയൊക്കെ ഇരിപ്പ് കണ്ടു എന്റെ പൊന്നെ, ഒരു അർദ്ധപ്രാണനായ ഒരുത്തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പോലെയാ നമ്മൾ വല്ലരും എന്ത് ചെയ്യുന്നത്? അല്ല, പറ, ഇരിക്കുന്നവനെ ഒന്നും കൂടെ. ഇപ്പോഴാ എനിക്കൊന്ന് പ്രസംഗിക്കാനുള്ള, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഇപ്പോഴാ എനിക്ക് പ്രസംഗിക്കാനുള്ള ഓർഡർ കിട്ടിയത്. ഇപ്പോഴാ കറക്റ്റായി. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ ഇരിക്കുന്നവനെ ഇവിടെ ഈ ചർച്ചിനകത്തല്ല വന്നിരിക്കുന്നത്, നമ്മൾ കൃപാസനത്തിന് മുമ്പിലാ വന്നിരിക്കുന്നത്. ഇരിക്കുന്നവനുണ്ടല്ലോ, തോറ്റവനല്ല. മുമ്പേ പറഞ്ഞതുപോലെ കണ്ണാടിക്കൂടിനകത്ത് അടയ്ക്കപ്പെട്ടവനല്ല. അവൻ കല്ലറകളെ ഭേദിച്ചവനാ, കല്ലറയെ പൂട്ടിയവനാ, മരണത്തെ പൂട്ടിയവനാ, പാതാളത്തെ പൂട്ടിയവനാ. അങ്ങനെ ജയാളിയുടെ മുമ്പിലാ നീ വന്നിരിക്കുന്നത്. അടുത്ത 21 ദിവസം നമ്മൾ ഇരിക്കുന്നത് തോറ്റവന്റെ മുമ്പിലല്ലോ, ഹല്ലേലൂയ, ജയാളിയുടെ മുമ്പിൽ. മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് ഒരു ജയാളിയുടെ മുമ്പിൽ വന്നെങ്കിൽ പറ, ഉപവാസം അത് ജയമാകും. അതെനിക്ക് ജയമ, എന്റെ തലമുറയ്ക്കത് ജയമ. ഉടവര സധരാധരാധരാധര ഉടവല വല 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 അടക രഗദ രഗദ
ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഇവിടെ മാത്രമല്ലല്ലോ ദൈവാത്മാവ് ഇടപെടുന്നു. കടലുകൾക്കപ്പുറത്ത് എവിടേക്കോ ചില വിടുതലുകൾ, കടലുകൾക്കപ്പുറത്ത് അസാധാരണമായ ചില ദൈവ പ്രവൃത്തി. നീ സുല്ലാ ദൈവം സമ്മതിക്കില്ല കേട്ടോ. നീ പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കില്ല. മുട്ടുകുത്തിയത് അവന്റെ മുമ്പിലാണെങ്കിൽ ജയാളിയാക്കാൻ കരുത്തുള്ളവൻ. കടലിനപ്പുറത്ത് ചില വിടുതലുകൾ. നമ്മുടെ ദൈവാസന്മാർ പറഞ്ഞൊരു വാക്ക് പറഞ്ഞ ഞാൻ ഭാഗം വിടട്ടെ, നമുക്ക് സമയമില്ല. നമ്മള് ദൈവസനില്ല മുട്ടുകുത്തിയതെങ്കിൽ ലോകത്തിന് മുമ്പ് മുട്ടുകുത്താൻ ദൈവം എന്ത് ചെയ്യത്തില്ല. കർത്താവ് പറഞ്ഞ കാര്യം. ഇവിടെ വന്ന് 21 ദിവസം മുട്ടുകുത്തിയ ദൈവത്തിലെ നീ ഇത് കഴിഞ്ഞിട്ട് ലോകത്തിന് മുമ്പിൽ മുട്ടുകുത്താൻ എന്റെ ദൈവം എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കും. ഇവിടെ വന്ന് കരം നീട്ടിയ ദൈവത്തിലെ ഇത് കഴിഞ്ഞ് ലോകത്തിന് മുമ്പിൽ കരം നീട്ടാൻ സമ്മതിക്കില്ല. അങ്ങനെ സംഭവിച്ചു പോയാ പരാജയം നിനക്കല്ല. നീ ആരുടെ മുമ്പിൽ മുട്ടുകുത്തിയോ, ആരുടെ മുമ്പിൽ കൈ നീട്ടിയോ, അവനാ പരാജയപ്പെടുന്നത്. അങ്ങനാണെങ്കിൽ ഒന്ന് ധൈര്യത്തോടെ വിളിച്ചു പറ, എന്റെ സ്വർഗമെങ്ങും പരാജയപ്പെട്ടിട്ടില്ല, എന്റെ യേശുവെങ്ങും പരാജയപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ എന്റെ യേശു ആരോട് സോറി പറഞ്ഞിട്ടില്ല. അങ്ങനാണെങ്കിൽ എന്റെ വിഷയത്തിലും ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ വിഷയത്തിന് സോറി പറയാൻ അവൻ ഇടവരുത്തില്ല. അവൻ മഹത്വം വെളിപ്പെടുത്താൻ വിശ്വസ്തന്. ഒരു കൃപാവരത്തിന്റെ പകർച്ച വെളിപ്പെടട്ടെ. ധൈര്യത്തോടെ ആത്മാവിലൊന്ന് ശോധന ചെയ്ത് പറ, ഹല്ലേലൂയ. ചില മേഖലകള് ബൈ ഗ്രേസ്, ഹല്ലേലൂയ, ബൈ ഗിഫ്റ്റ് ആത്മാവ് ജയിച്ചു കയറും. അല്പസമയം ആത്മാവിൽ ആരാധിച്ചാട്ടെ. ഒരു ഗിഫ്റ്റിന്റെ ഓപ്പറേഷൻ, ഒരു കൃപാവരത്തിന്റെ പകർച്ച ഇന്ന് രാവിലെ ഇതിനകത്ത് വെളിപ്പെടുന്ന ദൈവാത്മാവ് ഇടപെടുക. നീ ആഗ്രഹിക്കുന്ന ഹല്ലേലൂയ ഒരു കൃപാവരത്തിന്റെ പകർച്ച, ഒരു ദൈവപ്രവൃത്തിയുടെ മേഖല അസാധാരണമായത്. പോരാ 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 പോരാ. ഈ രാവിലെ അസാധാരണ ഒരു ഗിഫ്റ്റിന്റെ ഓപ്പറേഷൻ ഈ ആലയത്തിനകത്ത് സംഭവിക്കുക. അല്ലെങ്കിൽ ഉപവാസത്തിന്റെ ഒന്നാമത്തെ പകൽ തന്നെ ഉടവന സന്ധരാധരാധിര റഖ്യാൻ അംശികനാഥഘടകൾ ഓരാ മാമ റഷൽ ഘടകന. ഒന്ന് കരവുയർത്തി കർത്താവിന് സ്തോത്രം പറയാൻ പറ്റുമോ? നമ്മള് കൃപാസനത്തിന് മുമ്പിൽ വന്നിരിക്കുന്നെന്ന് പറയുമ്പോ ഇരിക്കുന്നവൻ ആരാ? അതുകൊണ്ടാ പറഞ്ഞ ധൈര്യം. കുഞ്ഞെ പേടിക്കണ്ടെന്ന്, ധൈര്യത്തോടെ വാ. ഇരിക്കുന്നവൻ ജയാളിയാ. അവിടെ ഒന്ന് അവൻ മരണത്തെയും പാതാളത്തെയും കല്ലറയെയും ജയിച്ചവനാ ഈ സിംഹാസനത്തെ ഇരിക്കുന്നത്. ഞാൻ അവിടെ നിൽക്കുന്നില്ല, നമുക്ക് സമയമില്ല. രണ്ടാമത്തെ, എനിക്ക് കുറിവാക്യത്തിലേക്ക് മടങ്ങി വരണം. രണ്ടാമത്തത് കിടക്കുന്നത് നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം. അത് അല്പശാന്തമായി പറയേണ്ട കാര്യമാണ്. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം എന്താ പറയാ, മനസ്സിനെ ജയിച്ചവനാണ് ഇവിടെ ഇരിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ കരഞ്ഞു പോകുന്നൊരു ദൂതാണ്. ഇതുവരെ വന്ന പോലെ അവിടെ വേഴ്സ് 15 അവിടെ കിടക്കുന്ന വാക്കെന്നാ? സിംബറൈസ് അല്ലേ? ഇങ്ങോട്ട് സിംബറൈസ്. പക്ഷേ ചില വേർഷനകത്ത് കിടക്കുന്ന എംബറൈസ് എന്നാണ് കിടക്കുന്നത്. എംബറൈസ്. ഇത് KJV അല്ലല്ലോ, ആണോ? അല്ല, KJV അല്ല. ചിലതിനകത്ത് കിടക്കുന്ന സിംബറൈസ്, മറ്റൊന്ന് എംബറൈസ്. പക്ഷെ KJV കിടക്കുന്നത് ടച്ച് വിത്ത് ദ ഫീലിങ്സ് ഓഫ് അവർ ഇൻഫർമിറ്റീസ് എന്നാണ് കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫർമിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ വീക്ക്നെസ്. നമ്മുടെ ഫിസിക്കൽ വീക്ക്നെസ്സിനകത്ത് നമുക്കുണ്ടാകുന്ന ചില വൈകാരികമായ അവസ്ഥകളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ല? അത് അല്പം ശാന്തമായി ബൈബിൾ ക്ലാസ് ആയിട്ട് പറയേണ്ട വിഷയം. അല്ലാതെ ഒന്നാരായി സിംഹാസനത്തെ ഇരിക്കുന്നേ?
മരണത്തെ ജയിച്ചവൻ അല്ലെ ജയാളിയായവൻ. രണ്ട്, മനസ്സിനെ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാപുരോഹിതൻ ഇരിക്കുന്ന ആള് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്നവനാണ് എന്നാണ് ആ വാക്ക്. ഈ സഹതാപം എന്നതിന് കറക്റ്റ് കിടക്കുന്ന വാക്കിനെ സിമ്പതൈസ് എന്ന് കിടക്കുന്നു. ചിലതിനകത്ത് കിടന്ന എമ്പതൈസ്. എന്ത് എമ്പതൈസ് സിമ്പതൈസ് തമ്മിൽ, എമ്പതി സിമ്പതി തമ്മിലുള്ള വ്യത്യാസം? എൻ്റെ പൊന്നെ, IELTS ഒക്കെ പഠിച്ചേച്ച് ഇവിടെ വന്ന് നിങ്ങളോട് തിരുവനന്തപുരത്തെ പാസ്റ്റർ വന്നിട്ട് ചോദിക്കുക അമേരിക്ക വന്നിട്ട് സിമ്പതി എമ്പതി തമ്മിലുള്ള വ്യത്യാസം തെറ്റിദ്ധരിക്കല്ലേ? കാരണം ഞങ്ങളുടെ വിഷയം തെളിയിക്കാൻ. സിമ്പതി എന്ന് പറഞ്ഞാൽ കറക്റ്റ് വാക്ക് സഹതാപം എന്നാ. അപ്പൊ എമ്പതി എന്തുവാ? എമ്പതി എന്തുവാ? അത് സഹതാപം അല്ല, താതാത്മ്യപ്പെടുക എന്നാ. നിങ്ങൾക്ക് മനസ്സിലായില്ല? സിമ്പതി എന്ന് പറഞ്ഞാൽ സഹതാപം കാണിക്കുക. എമ്പതി എന്ന് പറഞ്ഞാൽ ഹൈ റേഞ്ച് ഒരു വേർഡാണ്. എന്ന് പറഞ്ഞാൽ ഉറക്കെ പറ വാക്ക്. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? ഒരാള് ഇപ്പം നാട്ടിലെ പറയാം, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ, ഇപ്പൊ യൗവനക്കാർക്കറിയില്ല, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഈ കിണറിന്റെ പാല് ഒടിഞ്ഞ് കിണറ്റി വീഴുന്ന കേസുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. ചാടുന്ന കേസല്ല. എൻ്റെ ചെറുപ്പത്തിൽ, അപ്പൊ ഞാൻ വലിയ പ്രായമൊന്നും ഇല്ലെങ്കിലും എൻ്റെ കൊച്ചില് നാട്ടിൽ ഒരു മാസത്തിൽ ഒരു കേസെങ്കിലും ഒക്കെ എന്ത് ചെയ്യും? രാവിലെ എഴുന്നേക്കുന്നത് അത് കേട്ടോ, കൊച്ചു വെള്ളം എന്ത് ചെയ്തു, പാലൊടിഞ്ഞ്, ഇപ്പൊ പൈപ്പായതുകൊണ്ട് അവിടെ കാണക്കല്ല. നിങ്ങളാരും കേട്ട്? കേരളമേ അവിടെ പാലൊടിഞ്ഞ് വീണെന്ന്. അത് തന്നെ അത്ര നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കേട്ടിട്ട് കേരളമോ എന്താന്ന് ചോദിക്കുന്നത്? ശ്രദ്ധിക്കുക, ഇങ്ങനെ സമയമില്ല സാറേ. പാലൊടിഞ്ഞ് ഒരാൾ പാലൊടിഞ്ഞ് കിണറ്റി വീണെന്നിരിക്കട്ടെ, പാലൊടിഞ്ഞ് കരയെ ചെന്നിട്ട് അയ്യോ നീ വീണോന്ന് ചോദിക്കുന്നതാണ് എന്താ? പറ. സിമ്പതി. സിമ്പതി. എന്നാൽ ഈ ആളിനെ എടുക്കാൻ വേണ്ടി കിണറ്റിൽ ഇറങ്ങുന്നതാണ് എന്ത്? എമ്പതി, താതാത്മ്യപ്പെടുക. അപ്പൊ നമ്മുടെ കർത്താവിന് സിമ്പതിയാണോ എമ്പതിയാണോ? നമുക്കോ? അത് തന്നെ, സമ്മതിച്ചല്ലോ, സ്വതന്ത്രം. അതേലും ഉണ്ടല്ലോ, പോട്ടെ, എനിക്ക് സമയമില്ല സാർ. നമുക്ക് സിമ്പതി, കർത്താവിന് KJV പറയുന്ന കറക്റ്റ് ട്രാൻസ്ലിറ്റേഷൻ അതങ്ങനെ അന്നല്ല. അവൻ എമ്പതി എന്നല്ല കിടക്കുന്നേ. നമുക്കൊരു പ്രശ്നം വരുമ്പോ, സഹോദരങ്ങളെ നിങ്ങളെല്ലാം ശ്രദ്ധിക്കണേ, നമുക്കൊരു പ്രശ്നം വരുമ്പോ കർത്താവ് വിടുവിക്കാൻ ശക്തനാ അല്ലേ? അതിന്റെ പേരാ എമ്പതി. പക്ഷെ കറക്റ്റ് അതല്ല. അതിനകത്തുണ്ടാകുന്ന വൈകാരിക മേഖലയെ തൊടാനും എൻ്റെ കർത്താവ് ശക്തനാ. നിനക്കത് പിടികിട്ടിയില്ല. ഈ നമ്മൾ പലപ്പോഴും പറഞ്ഞ, ഇപ്പോഴാണ് നമ്മൾ ബൈബിൾ ക്ലാസ്സിൽ വന്നത്, ഇപ്പൊ കറക്റ്റായി. നമുക്ക് ഉപവാസത്തിന്റെ 1-ാമത്തെ ദിവസം ഇപ്പൊ ഇങ്ങനെ വരുന്നത്. നമുക്കൊരു പ്രശ്നം, ഈ പത്രോസ് ഈ പടകും വലയും തിരിച്ചെടുത്ത് പറയുമ്പോൾ നമ്മൾ കുറഞ്ഞ് അവന് പിന്മാറ്റത്തിൽ പോയി. ഒരിക്കൽ ദൈവാത്മാവ് എന്നോട് ചോദിച്ചൊരു ചോദ്യ, സത്യം പറഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകുന്നൊരു വാക്കാ. പത്രോസ് പടവും വലയൊക്കെ എടുത്ത് പിന്മാറ്റത്തിൽ പോയി അല്ലേ? നമ്മൾ അതിൻ്റെ കൂടെ വരാൻ ബാക്ക് സ്ലൈഡിങ്, കറക്റ്റാ. പക്ഷെ കർത്താവ് അവനെ തേടിപ്പോയില്ലേ? നമ്മളാണെങ്കിൽ അപ്പൊ തന്നെ മെമ്പർഷിപ്പ് പേര് വിട്ടു അല്ലേ? പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? അങ്ങനെ ഒറ്റയ്ക്കങ്ങ് പോയത് മാത്രമല്ല, 3 വട്ടം തള്ളി പറഞ്ഞു അല്ലേ? തള്ളിപ്പറഞ്ഞ് പ്രാഗി ആണയിട്ടു, എനിക്ക് അവനെ അറിയത്തില്ലെന്ന് പറഞ്ഞ കർത്താവ് കേട്ടോണ്ടിരിക്കുന്നതല്ല. ഇതെല്ലാം കഴിഞ്ഞാഴ്ച കൂട്ടത്തിലുള്ള കുറെ എണ്ണത്തെ കൊണ്ട് പിന്മാറ്റത്തിലും. പക്ഷേ എൻ്റെ യേശു എന്ത് ചെയ്തു? ഈ പോയ കർത്താവ് രാവിലെ വെച്ച് കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലോ പറ. ഞങ്ങൾക്ക് എലിശപ്പ ജോബിൻ പാസ്റ്റർ ഞങ്ങൾക്ക് അറിയാം, അതിരാവിലെ ശംഖുമുഖത്ത്, നിങ്ങൾ അറിയുന്നുണ്ട്, ശംഖുമുഖത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ കിട്ടും. അന്ന് ഗലീലാക്കടലും അങ്ങനെയായിരുന്നു. രാവിലെ നല്ല ഫ്രഷ് മീൻ മേടിക്കാൻ വേണ്ടി ആൾക്കാർ ഇവിടെ വരുമായിരുന്നു. രാത്രി കടലിൽ പോകുന്നവർ ഇന്ന് രാവിലെ മീൻ മേടിക്കാൻ വേണ്ടി അധികാലത്തെ ആൾക്കാർ പോയി നിൽക്കുന്ന പതിവുണ്ട്. അവിടെ നമ്മുടെയൊക്കെ തുറയിലൊക്കെ പോയി നിൽക്കുന്ന പോലെ അവിടെ ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നത് പോലെ ഒരാളിനെ പോലെ ആര് പോയി നിൽക്കുന്നേ? രാവിലെ പടകെടുക്കുമ്പോൾ യേശു വെച്ച്, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലോ ഉണ്ടോ? ഉത്തരവില്ലെന്ന് പറഞ്ഞപ്പോ, വാക്കിന്റെ കുഞ്ഞുങ്ങളെ എന്നുള്ള വിളി കേട്ടപ്പോ ഒരുത്തന് മനസ്സിലായി ഇത് മീൻ മേടിക്കാൻ വന്നവനല്ല. സ്തോത്രം. അതിനപ്പുറം ഒരുവനാ വിളിച്ചത്. ഒന്ന് കരവുയർത്തി സ്തോത്രം പറയാൻ പറ്റുമോ? നമുക്കത് സമയമില്ല. കാരണം എന്താ മനസ്സിനെ ജയിച്ചെന്ന് ചോദിച്ചാൽ, കർത്താവ് നീ എന്തിനാ ഈ തള്ളി പറഞ്ഞിട്ട് അല്ലെ ഈ പടക് എടുത്തോണ്ട് പോയതിന്റെ പുറകെ പോയെന്ന് ചോദിച്ചാൽ, കർത്താവ് ചോദിക്കും, നിങ്ങൾ അവനെ പിന്മാറ്റക്കാരൻ എന്നൊക്കെ പറയുന്നില്ലേ അല്ലേ? നിങ്ങൾ ഒത്തിരി പേര് അവന് കൊടുക്കുന്നില്ലേ? സത്യം പറഞ്ഞ അവൻ പോയത് എന്തിനാ? പറ. പിന്മാറ്റത്തെ ഞാൻ യോജിക്കുന്നില്ല. എന്തിനാ പോയേ? മീൻ പിടിക്കാനാണ് പോയേ. കാരണം അതുവരെ ഉണ്ടായത് എല്ലാം വിട്ടിറങ്ങിയവനാ. പക്ഷെ അതുവരെയുള്ള ഗുരു ഇപ്പൊ കൂടില്ല. ഗുരു പോയി.
ദിവസങ്ങളാകുന്നു, പട്ടിണിയ, ഒന്നുമില്ല. ഞാൻ പറഞ്ഞ ആശയത്തേക്ക് പിടികിട്ടുന്നുണ്ടോ? പട്ടിണിയ. നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ട അവര് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിരിക്കുന്ന പോലെയാ. അവരുടെ ഒന്നുമില്ല, കാരണം ഗുരു പോയി. അല്ല, ഒന്നുമില്ല. കാൽവറി ഗുരുവിനെ ക്രൂശു. എന്താ സമയം? നാളെ എന്താണെന്നറിയില്ല. കഴിക്കാൻ ആഹാരമില്ലാതെ പടകെടുത്ത് അവന്റെ വേദന അറിഞ്ഞ് നമ്മൾ അവനെ പലരും പിന്മാറ്റക്കാരെന്ന് വിളിക്കുമ്പോ അവനെ തേടിപ്പോകുന്ന, അവന്റെ മനസ്സിന്റെ നൊമ്പരത്തെ അറിയുന്ന ആ സ്നേഹത്തിന്റെ ഉടമസ്ഥന് ഈ കൃപാസനത്തെ ഇരിക്കുന്നത്. ദൈവത്തിനെ ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. ഒരു പക്ഷെങ്കിൽ എന്റെ വേദന എന്നെ വിധിക്കുന്നവർ 10 പേര് കണ്ടെന്നിരിക്കാം, എന്നെ പരിഹസിക്കുന്ന 10 പേര് കണ്ടെന്നിരിക്കാം, കൂട്ടത്തിലുള്ളവർ പരിഹസിച്ചിരിക്കാം. പക്ഷെ എന്റെ അവസ്ഥ നല്ലപോലെ അറിയുന്ന ഒരുവനുണ്ട്. അവന്റെ പേര് നസ്രത്തുകാരന്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? സത്യം പറഞ്ഞ ഉള്ളതുപോലെ ആ കാഴ്ചപ്പാട് നമ്മളൊന്ന് ചിന്തിച്ചു ചോദിക്കേ. രാവിലെ ഒന്ന് കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ, എടാ കൊച്ചെ, സത്യം പറഞ്ഞ നീ കാണിച്ചൊരാപത്തമല്ലേ? അതല്ലേ എൻ്റെ കറക്റ്റ്. ഞാനാ നിന്നെ വിളിച്ചിറക്കിയെങ്കിൽ പിന്നെ ഈ പടകും വല എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. പോട്ടെ, എന്നാലും നീ അങ്ങ് എടുത്തെന്നിരിക്കട്ടെ, എന്നാലും എനിക്ക് നിന്നെ എന്ത് ചെയ്യാൻ പറ്റിയല്ല. അതുകൊണ്ട് ആ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, എടുക്കണ്ട, നമ്മുടെ ടോപ്പിക്ക് വിട്ടുപോന്നു. എങ്കിലും ഒരു വാക്ക്, ലൂക്കോസ് 1:78-79 കിടക്കുന്നത്, ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ആർദ്ര കരുണ എന്നുള്ള ഇംഗ്ലീഷിൽ കിടന്ന ടെൻഡർ മേഴ്സി എന്നാ കിടക്കുന്നത്. ആ വാക്കിന്റെ അർത്ഥം എന്താ അറിയാമോ? അല്ല, ഇളം കരുണ എന്നാണ്. ഈ ലോകത്തിൽ ആർക്കും തോന്നാത്ത, എന്നെ കേൾക്കുന്ന പ്രിയതലേ, നിന്റെ കഷ്ടതയിൽ, നിന്റെ ഒറ്റപ്പെടലുകളിൽ, നിന്റെ വേദനകളുടെ മധ്യത്തിൽ ഒരു പക്ഷേ നീ ചോദിക്കുന്നില്ലേ, മറ്റുള്ളവർ നിന്നെ പരിഹസിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ നീ വന്നിരിക്കുന്നവൻ നിന്നെ പരിഹസിക്കുന്നവനല്ല. നിന്റെ തകർച്ച നല്ലവണ്ണം അറിയുന്ന, നിന്റെ വേദന നല്ലവണ്ണം അറിയുന്ന, നിന്റെ മനസ്സിന്റെ മണ്ഡലത്തെ ഒപ്പിയെടുക്കാൻ കരുത്തുള്ള ആ കർത്താവിന്റെ പാദപീഠത്തിന് വന്നെന്ന് വിശ്വസിക്കുന്നവരൊക്കെ കരമുയർത്തി ധൈര്യത്തോടെ വിളിച്ചു പറ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്കൊരു ഇന്നർ ഹീലിംഗ്. നിങ്ങൾക്കത് മനസ്സിലായില്ലല്ലേ? എന്താ മനസ്സിന്റെ അല്ലെങ്കിൽ ഫിസിക്കലിയുള്ള സൗഖ്യം മാത്രമല്ല. നമ്മുടെ സമയം ഓടിത്തീരുന്നു. ഒന്നുകൂടെ 1-2 വാക്ക് പറഞ്ഞ് നിർത്താൻ പോകും. ഈ 12 വർഷമായ രക്തസ്രാവക്കാരിയായ സ്ത്രീ, ആ സഹോദരി യേശുവിന്റെ വസ്ത്രത്തിന്റെ തങ്ങുരെ തൊട്ട് സൗഖ്യമായി അല്ലേ? സൗഖ്യമായി. ഉടനെ കർത്താവ് യായിറോസിന്റെ വീട്ടിൽ പോകാൻ പശ്ചാത്തലം എടുക്കുന്നില്ല. നിങ്ങൾക്ക് എന്താ ഈ മനസ്സിനെ ജയിക്കാന്ന്? ഭയങ്കര ആൾക്കാർ, ഭയങ്കര കൂട്ടമാണ്. പക്ഷെ യേശു പെട്ടെന്ന് തിരിഞ്ഞിട്ട് ചോദിച്ചാൽ, എന്നെ തൊട്ടത് അത് കൊള്ളാം. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്ന് കടലിൽ കൂടെ പോകുന്ന മീൻ്റെ വായിലെ ചതുരത്തിരമ്പണം കണ്ടവൻ, ആ അത്തിയുടെ താഴെ ഇന്ന് അത്തിയുടെ മേളിലോട്ട് നോക്കി തോമാച്ചാന്നല്ല വിളിച്ച, സക്കായി എന്ന് വിളിച്ചവൻ. നമ്മളാ വിളിക്കുന്ന എല്ലാ വിളിയും വിളിച്ചിട്ട് പറയാ, എവിടെ ഒത്തെന്ന് പറയും. നടങ്ങല്ലേ, ഗ്ലോറി, സോദരം. അത് തന്നെ, കാര്യം മനസ്സിലാക്കുക സോദരം. 1000 പേര് ഇരിക്കുന്ന നടത്ത് 2 തോമാച്ചാനെങ്കിലും കാണും അല്ലേ? ആ വിളിയല്ല വിളിച്ചത്. ഒറ്റ ഒരുത്തനെ മേളിലുള്ള അവനെ തോമാച്ചാന്നല്ല വിളിച്ചത്, സക്കായി എന്ന് തന്നെ വിളിച്ചവൻ. വല്ല മനസ്സിലായോ? അത്തിയുടെ താഴെ ഇരിക്കുന്നവനെ നോക്കി ഇവൻ സാക്ഷാൽ ഇസ്രായേലി, ഇവന് കപടമില്ലെന്ന് പറഞ്ഞ് ഇവൻ ഗുഡ് ഫാരസിയാണ് അംഗീകരിച്ച കർത്താവ്. അത്തിയുടെ മേളിൽ ഇരിക്കുന്നവൻ വിളിച്ച ഈ കർത്താവ് തിരിഞ്ഞു ചോദിച്ചാൽ, എന്നെ തൊട്ടത്. നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോയാൽ ഇത് മെസ്സേജ് മണിക്കൂറുകൾ പോകും. കർത്താവ് എന്തോ ചോദ്യമായി ചോദിച്ചേ? സക്കായി എന്ന് വിളിച്ച ആളല്ലേ നീ? കടലിൽ കൂടെ പോകുന്ന മീന്റെ വായിലെ ചതുരദ്രമപ്പണം കണ്ടവനല്ലേ നീ? അങ്ങനാണ് ഇത്രയും പേര് നിന്നെ തൊട്ടതാരാ നിനക്കറിയില്ലേ കർത്താവേ? കർത്താവ് തിരിഞ്ഞു നിന്നു. പത്രോസ് ചോദിച്ചു, തൊട്ടെന്നോ? ഇവിടെ കൂട്ട ഇടി നടക്കുക. വല്ല മനസ്സിലായോ? നമുക്ക് സത്യം പറഞ്ഞാൽ ഈ 1-ാമത്തെ ദിവസമൊക്കെ ക്രമീകരണമാണ് വരണ്ട. ക്രമീകരണം പറയാൻ പോവുക. ഇതുവരെ വന്നില്ല, വരുന്ന രൂപം വരെ. പത്രോസ് ചോദിക്കുന്നത്, നീ ചോദിച്ചെന്തുവാ തൊട്ടോന്ന്? നിന്നെ ഇടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങള് കടാകടിയന്മാരായ 12 എണ്ണം വട്ടത്തിൽ നിന്ന് ഇടിയുള്ളൂ, അപ്പോഴാ ചോദിച്ചത് തൊട്ടോന്ന്. പക്ഷെ കർത്താവ് പറഞ്ഞു, എന്നെ ഇടിച്ചെന്നല്ല പറഞ്ഞു, എന്നെ ദൈവത്തിലെ സഭ ഉപവാസം നടത്തുന്നെന്നും പറഞ്ഞു ഇവിടെ വന്നിരിക്കല്ലേ. ഞാൻ പറഞ്ഞല്ലേ 1-ാമത്തെ ദിവസമൊക്കെ, അതുകൊണ്ടാണ് ഞങ്ങളായിരിക്കും 1-ാം ദിവസം പോകാത്ത. ഇപ്പൊ ഇതാ കാര്യം. ഈ സഭയെ പാസ്റ്റർ, ഗോഡ്സം പാസ്റ്റർ അല്ലെ വിനോദ് പാസ്റ്റർ മീറ്റിംഗ് വെച്ചതുകൊണ്ട് വന്നിവിടെ ഇരിക്കല്ലേ. എന്തേലും ഈ ഉപവാസം കഴിയുമ്പോ ദൈവസന്നിധിന്ന് പ്രാപിച്ചോണ്ട് എഴുന്നേക്കാവൂ. ഒന്ന് പറ, കർത്താവേ, ഈ ഭാഷ ശക്തന്മാരായ ക്രൈസ്തവ കൈരളി അഭിമാനിക്കുന്ന അഭിഷക്ത വൃന്ദങ്ങളായി ദിവസങ്ങളിൽ ശുശ്രൂഷിക്കാൻ വരുന്നേ. അത് എനിക്കറിയാം. ഇവിടെ ഞാൻ ഫ്ലെയർ കണ്ടു. ശക്തന്മാരാ വരുന്നേ. പറ, കർത്താവേ, 2025 ഫാസ്റ്റിങ്ങിൽ ഞാൻ പ്രാപിച്ചെന്ന് നാളെ പറയത്തക്കവണ്ണം
ഒരസാധാരണമായ ദൈവപ്രവൃത്തി. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് നീ എന്നെ ഒന്ന് തൊട്ടിട്ടേ പോകാവൂ? അല്ല, നിന്റെ കരത്തിന്റെ സ്പർശനം ഒരെൻകൗണ്ടർ എന്റെ ജീവിതത്തിൽ വെളിപ്പെടണം. സഭ ഫാസ്റ്റിംഗ് വെച്ചത് കൊണ്ട് ഇവിടെ 21 ദിവസം ഇരിക്കല്ല, എനിക്ക് മറക്കാൻ കഴിയാത്ത എന്റെ ലൈഫ് പറയുമ്പോ അല്ലെങ്കിൽ എനിക്കൊരു ബ്രേക്ക് ത്രൂ സംഭവിച്ച ഫാസ്റ്റിംഗ് എന്ന് പറയത്തക്ക വേണം ഒരു ഉപവാസമാക്കി മാറ്റണം ആഗ്രഹിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ട് ശ്രദ്ധിക്ക. അപ്പൊ പറയാൻ വന്നേ, കർത്താവ് തിരിഞ്ഞു ചോദിച്ചു, എന്നെ തൊട്ടത്? എന്റെ പൊന്ന് കർത്താവ് വിട്, ചുമ്മാ ഇത്രയും വലിയ ഇരിക്കുന്ന ഇരിപ്പട ബൈബിൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. അതിന്റെ ഒരു മർമ്മം പറയാതിരുന്ന നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകില്ല. ബൈബിൾ ചിലത് പറഞ്ഞ വാക്ക്, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് സകലരെയും സൗഖ്യമാക്കൊണ്ട് സകലരും അവനെ തൊടാൻ ആഗ്രഹിച്ചെന്നല്ല ബൈബിൾ കിടക്കുന്നേ അല്ലേ? കർത്താവ് നിന്നതേ ഉള്ളൂ, അഭിഷേകം എന്ത് ചെയ്യാൻ തുടങ്ങി? സാറേ, അവങ്കൽ നിന്ന് എന്ത് ചെയ്യുക പറ? അവങ്കൽ നിന്ന് നിങ്ങൾ ഈ ചരിത്രം കേൾക്കുന്ന പോലെ ആളുടെ മുമ്പിലാ വന്നിരിക്കുന്നതാണ് ഈ കിടക്കുന്നത് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് ഐഹ്യജീവകാലത്ത് മധ്യശരീരത്തിൽ കർത്താവ് ശുശ്രൂഷിക്കുമ്പോ അവൻ നിന്നടത്തൊക്കെ ശക്തി പുറപ്പെട്ട് സകലരും എന്ത് ചെയ്തു? സകലരും എന്ത് ചെയ്തു? സൗഖ്യമായെന്നല്ലേ? അങ്ങനെങ്കിൽ ആ മഹത്വത്തിൽ ഇരിക്കുന്നവൻ ഇന്നിവിടെ വന്നിട്ടുണ്ടെങ്കിൽ, അവൻ കൃപാസനത്തിലുണ്ടെങ്കിൽ ഇന്നും അവന്റെ ഹീലിംഗ് പവർ വ്യാപരിക്കുമല്ലോ. സൗഖ്യ ഇന്ന് രാവിലെ, അത് 21-ാമത്തെ ദിവസമല്ല, ഇന്ന് രാവിലെ കൃപാസനത്തിൽ ഇരിക്കുന്നവന്റെ ഹീലിംഗ് പവർ, അവന്റെ അതോറിറ്റി. എത്ര പേർക്കൊന്ന് സ്തോത്രം പറയാൻ പറ്റും? അല്ല, ചില ഇന്നർ മേഖല വ്യാപരിക്കുന്ന ദൈവാത്മാവ് ഇടപെടുന്നു. ഹാർട്ടിനോട് അങ്ങനെയുള്ള മേഖലയോട് വ്യാപരിക്കുന്ന രോഗബന്ധനം യേശുവിന്റെ നാമത്തിൽ രാവിലെ അത് ക്യാൻസൽ ആകുക. സ്തോത്രം. അല്ല, നാളെ ആത്മബലത്തോടെ ദൈവത്തെ ആരാധിക്കാൻ അകത്തളങ്ങളിലെ ചില ബ്ലോക്ക് യേശുവിന്റെ നാമത്തിൽ അത് മാറട്ടെ. പോട്ടെ, അവയില്ല. ഇപ്പൊ പറയാൻ വന്ന വാക്ക്, കർത്താവ് തിരിഞ്ഞു നോക്കിയ എന്നെ തൊട്ടത് ആര്? അവസാനം ഒരു കൊച്ചു പിള്ളാരെ പോലെ ഒരു പിടിവാശി എടുക്കുന്ന പോലെ നമുക്ക് തോന്നുന്നല്ലേ? അങ്ങനെ നമുക്ക് പിടിവാശി എന്ന കർത്താവ് പിടിവാശി എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് വരില്ലേ? വലിയ പ്രശ്നം. അതോ അങ്ങനല്ല. അവിടെ പഠിച്ചു കഴിഞ്ഞാൽ കർത്താവ്, എന്റെ കർത്താവ് യായിറോസിന്റെ കൊച്ചു മരിച്ചു, നീ അങ്ങോട്ട് പോവുക, അവിടെ പോയി ഒരാളെ ഉയർപ്പിക്കുന്ന കേസിന് പോവുക, പിന്നെ ഇവിടെ സൗഖ്യത്തിന്റെ കേസ്. കർത്താവ് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഒരു ചുവട് വെക്കണമെങ്കിൽ എന്നെ തൊട്ടാളിന് എനിക്ക് കണ്ടേ പറ്റൂ. നിങ്ങൾക്ക് എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ ഇനി യായിറോസിന്റെ മോളെ അടക്കിയാൽ ഞാൻ എഴുന്നേപ്പിച്ചേ വരൂ, പക്ഷെ ഞാൻ ഇവിടുന്ന് ചുവട് വെക്കണമെങ്കിൽ എന്നെ തൊട്ടാളിന് എനിക്ക് കാണും. അവിടെ ബൈബിളിൽ ഒരു വാക്ക് പറഞ്ഞാൽ അറിയാമോ? താൻ മറഞ്ഞിരിക്കുന്നില്ലെന്ന് ആ സഹോദരി കണ്ടിട്ട് ആ സ്ത്രീ വന്ന് നെടുമ്പാട് വീണു എന്ന് പറഞ്ഞ കർത്താവ് ഇനി ഒരു ചുവട് വെക്കണമെങ്കിൽ താൻ വെളിപ്പെട്ട് വന്നാലേ പറ്റൂ. അത്രയ്ക്കൊരു തലത്തിൽ നിൽക്കുക. അവള് വന്ന് പറഞ്ഞു, ഞാനാ തൊട്ടേന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞ വാക്ക്, മകളെ നിന്റെ വിശ്വാസം. എന്റെ പൊന്നു കർത്താവ്, ഇത് പറയാനാണോ ഇത്ര സമയം കളഞ്ഞു? അപ്പോഴത്തേക്ക് കൊച്ചവിടെ മരിച്ചു. അതിന്റെ അർത്ഥം തന്നെ അറിയാമോ? കർത്താവ് പറയും, അവൾ എൻ്റെ വസ്ത്രത്തിന്റെ അഗ്രത്തെ തൊട്ടപ്പോഴേ സൗഖ്യം നടന്നു. പക്ഷെ കഴിഞ്ഞ 12 വർഷമായി അവള് സഹിച്ച ചില മുറിവുകളുണ്ട്. ആലയത്തിൽ പോകാൻ പറ്റിയല്ല, ആൾക്കാരുടെ പോകാൻ പറ്റിയല്ല, ഒരു വിവാഹത്തിന് പോകാൻ പറ്റിയല്ല. അങ്ങനെ മറ്റുള്ള റൂമിൽ ഐസൊലേഷൻ അനുഭവിച്ച, അവിടെ ആന്തരിക മേഖല ഒന്ന് തൊടാതെ പോയാ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം പറ. വാക്ക് ഫിസിക്കൽ ഹീലിംഗ് മാത്രമല്ലല്ലോ, അവിടെ ആന്തരിക മേഖലയെ ഞാൻ ഒന്ന് തൊടാതെ പോയാൽ അതൊരു കംപ്ലീറ്റ് ഹീലിംഗ് ആകുകയല്ല. അല്ല, ഒരു കംപ്ലീറ്റ് ഹീലിംഗ് ആകണമെങ്കിൽ ഫിസിക്കലിയും അല്ല ഇന്നർ മേഖലയിലും ഔട്ടർ മേഖലയിലും ഒരസാധാരണമായ, എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇത് പറയുമ്പോൾ ദൈവാത്മാവ് ഇടപെടുന്നു. ഇന്ന് രാവിലെ തന്നെ ഒരു ഇന്നർ ഹീലിംഗ്. ഇന്നലകൾ നീ ഏറ്റ ചില മുറിവുകൾ, നിന്നെ പരിഹസിച്ച പരിഹാസങ്ങൾ, ആ മേഖലകൾ ക്യാൻസൽ ആകും. ഒരു എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഇന്നർ ഹീലിംഗ്? മുറിവുള്ളവർ മാത്രം ഇത് സംഭവിക്കാൻ പോവാ ഇന്ന് രാവിലെ. കാരണം ഈ ഉപവാസത്തിൽ അടുത്തത് കർത്താവിന് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്കൊരു സൗഖ്യം നടക്കണം. അതിനൊരു ഭാഷ അങ്ങനെ ഉണ്ടോ? ബാക്കിയുണ്ട്, എടുക്കണ്ട, ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ ഈ ഹോമിലിറ്റിക്സ് ഒന്നും വെച്ച മാർക്കിട്ടേക്കല്ലേ, എനിക്ക് ഒരു മാർക്ക് പോലും കിട്ടത്തില്ല ഹോമിലിറ്റിക്സ്. അല്ല, ഇന്ന് ദൂതാ പറഞ്ഞേ, നമുക്കറിയാം. വാക്യം എടുക്കണ്ട. എബ്രായലേഖനം 12:1-2 വാക്യത്തിൽ കിടക്കുന്നത്, ആകയാൽ സാക്ഷിയുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്ന സകല ഭാരവും മുറുകെ പറ്റുന്ന, സകല ഭാരവും മുറുകെ പറ്റുന്ന. ഇപ്പൊ പാപം ഓട്ടത്തിന് തടസ്സമാണെങ്കിൽ ഭാരവും ഓട്ടത്തിന്. ഇപ്പൊ അത് ഇന്ന് രാവിലെ സംഭവിക്കുക. ഇന്നർ ഹീലിംഗ്.
സ്വതന്ത്രം, ഒന്ന് സ്വതന്ത്രം പറഞ്ഞാട്ടെ. സ്വതന്ത്രം. കാരണം ഈ കൃപാസനത്തിൽ ഇരിക്കുന്നവൻ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ എന്ന് പറയാൻ നമ്മളെ ആന്തരികമായി സൗഖ്യമാക്കാൻ അവൻ ശക്തനാ. അതുകൊണ്ടാണ് പറഞ്ഞത് ഭാരം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകല്ല്. ഏത് മുറിവുകളായാലും ഏത് വേദനകളാണെങ്കിലും ഒന്ന് പറ, കർത്താവ് ഇന്ന് എന്നെ ഒന്ന് തൊട്ട് സൗഖ്യമാക്കണം. കർത്താവിനോട് ഗ്യാരണ്ടി പറയും, ഇന്ന് രാവിലെ ഒരു ഇന്നർ ഹീലിംഗ്, ഉപവാസത്തിന്റെ ശ്രേഷ്ഠത വെളിപ്പെടാൻ വരും ദിവസങ്ങളിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ചില അഭിഷക്ത മണ്ഡലങ്ങൾ വെളിപ്പെട്ടു വരാൻ ഒന്ന് സ്വതന്ത്രം പറയാൻ പറ്റുമോ? സ്വതന്ത്രം നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ വാക്യം ഒരു വാക്കൂടെ പറഞ്ഞു നിർത്തുക. അപ്പൊ കൃപാസനത്തിലിരിക്കുന്നവൻ ഒന്ന് മരണത്തെ ജയിച്ചവൻ, രണ്ട് മനസ്സിന്റെ മണ്ഡലത്തെ ജയിച്ചവൻ, മൂന്നാമത്തത് ഒന്നാമത്തെ ദിവസം പറയേണ്ട കാര്യമാണ്, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ട. ഞാൻ അവിടെ നിർത്തില്ല കേട്ടോ. ഞാൻ എനിക്ക് 16-ാം വാക്യം ഇന്ന് വൈകിട്ട് ഈ വിഷയത്തിൽ വരത്തില്ല, വേറൊരു വിഷയം. അതുകൊണ്ട് ഒരു വാക്കൂടെ 16-ൽ പറഞ്ഞിട്ട് നിർത്താൻ പോവുക. പാപമൊഴികെ സകലത്തിന് നമുക്ക് ചുറ്റും തുല്യം പരീക്ഷിക്കുക. നമ്മളൊക്കെ പരീക്ഷിക്കപ്പെട്ട് ഒരു പരുവത്തായിരിക്കുക. കറക്റ്റ് ട്രാൻസ്ലേഷൻ പാപം ഒഴികെന്നല്ല, പരീക്ഷിക്കപ്പെട്ടിട്ടും പാപം ചെയ്യാത്തവൻ, അതാ കറക്റ്റ് വാക്ക്. പാപം ഒഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കർത്താവ് പാപം ഒഴികെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ട അങ്ങനല്ല വാക്ക്. പരീക്ഷിക്കപ്പെട്ടിട്ടും നമുക്കൊരു പരീക്ഷ വരാതെ തന്നെ നമ്മൾ പാപം എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. നമുക്കൊരു പരീക്ഷ വരാതെ, എൻ്റെ ഭാഷ, ഞങ്ങളിത് റോക്ക്ലാൻഡ് ചർച്ച, നമ്മള് അല്ല പരീക്ഷിക്കപ്പെടാതെ തന്നെ നമ്മൾ ആവശ്യത്തിൽ കൂടെ എന്ത് ചെയ്തു? പണ്ടൊരു ദിവാസം പറഞ്ഞ പോലെ അറിയാതെ ഒത്തിരിയും അറിഞ്ഞുകൊണ്ട് ഒത്തിരിയും പാപം ചെയ്യുന്നു, അല്ല അറിയാതെ ഒത്തിരിയും പാപം ചെയ്യുന്നുണ്ട്, പിന്നെ അറിഞ്ഞുകൊണ്ട് കുറെ പാപം ചെയ്യണമെന്ന് നമ്മൾ ഒത്തിരിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കർത്താവിന് പരീക്ഷ വന്നിട്ടും എന്ത് ചെയ്തില്ല? പരീക്ഷയെ ജയിച്ചവനാ. അർത്ഥം മനസ്സിലായില്ലല്ലേ? പറ, കർത്താവേ, കാലങ്ങളായി ഞാൻ അതിന് ആൾക്കാരുണ്ട് കേട്ടോ, എനിക്ക് ചില മേഖല ജയിക്കാൻ പറ്റുന്നില്ല. അത് കോപമാകാം, മുൻകോപമാകാം, ക്രോധമാകാം, അസൂയയാകാം. പക്ഷെ അമേരിക്കക്കാർക്ക് അതില്ല. അസൂയയാകാം, എന്താട്ടെ ജയിക്കാൻ പറ്റാത്ത മേഖല. എനിക്ക് ഉപവാസത്തിലൊരു ജയം വേണം. കാരണം പരീക്ഷ ജയിച്ചവനായിരിക്കും. ഒന്ന് കരവികത്ത് സ്തോത്രം പറഞ്ഞിട്ട് നമ്മളൊരു വാക്കോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുക കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് ധൈര്യത്തോടെ വരാൻ പറ്റി എങ്ങനെയാ പറഞ്ഞു? പരീക്ഷയുടെ എങ്ങനെ ധൈര്യത്തോടെ വരാൻ പറ്റി? ഒന്ന് മരണത്തെ ജയിച്ചവൻ, മനസ്സിനെ ജയിച്ചവൻ, പരീക്ഷയെ ജയിച്ചവൻ എവിടെ ഇരിപ്പുണ്ട്? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വാക്കൂടെ പറഞ്ഞിട്ട്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും. ഒന്നാമത്തെ ദിവസത്തെ ഉപവാസ ടോപ്പിക്കാ പറഞ്ഞെടുത്തത്. അപ്പൊ കൃപാസനത്തിൽ വന്ന് എന്തൊക്കെ കിട്ടും? സാറാ, കഴിഞ്ഞ റിട്രീറ്റിനുള്ള ദൈവമൊക്കെ അറിയാം. കരുണ കിട്ടും, കൃപ കിട്ടും. ഉറക്കെ പറ. ഞാൻ നിർത്തുക, 2 മിനിറ്റ് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. കരുണ കിട്ടും, കൃപ കിട്ടും. കരുണ എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? റിട്രീറ്റിന് പെരുദോഷം ഉണ്ടാക്കല്ലേ. കരുണ എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? വെരി ഗുഡ്. വിനോദ് പാസ്റ്റർ വിശ്വാസികളെ രക്ഷിച്ചതിനായി സ്തോത്രം. നമുക്ക് അർഹതപ്പെട്ട തരാതിരിക്കുന്നതാണെന്ത്? കരുണ അല്ലെ? അർഹതപ്പെട്ടത്. അപ്പൊ കൃപാസനത്തിൽ വന്നാൽ എന്തോ കിട്ടും? ഇനി ശ്രദ്ധിക്കുക, ഈ പോയിന്റ് വിട്ടുകളെ 2 മിനിറ്റ് കൊണ്ട്. കരുണ, മേഴ്സി എന്നതിന്റെ തിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് അർഹതപ്പെട്ടത് തരാതിരിക്കുക എന്നാണ്. അപ്പൊ കൃപാസനത്തിൽ വന്നാൽ നമുക്ക് അർഹതപ്പെട്ടത് എന്ത് ചെയ്യത്തില്ല? തരത്തില്ല. നമുക്ക് അർഹതപ്പെട്ട എന്നാന്നറിയാം. കഴിഞ്ഞ 2024 ഉപവാസം കഴിഞ്ഞിട്ട് 1 വർഷമായി അല്ലേ? 1 വർഷമായില്ലേ? ഈ 1 വർഷം കൊണ്ട് പലതിനും വടി ഓങ്ങി വെച്ചിട്ടുണ്ട്, വടി വെട്ടി വെച്ചിട്ടുണ്ട്. ഈ 21 ദിവസം കിട്ടുന്ന സമയമൊക്കെ വന്നിരുന്നാൽ അത് തരാതെ പറഞ്ഞു വിടും. അതിന്റെ പേരാണ് കരുണ. നിനക്ക് മനസ്സിലായില്ല? കാരണം ചില ശിക്ഷാവിധിയൊക്കെ നമ്മുടെ ഭാഷ ഉണ്ടല്ലോ, വടി വെട്ടി വെച്ചേക്കുന്നത്. പക്ഷെ എന്തിനാ പാസ്റ്റർമാർ എല്ലാ വർഷവും ഉപവാസം വെക്കുന്നതെന്ന് ചോദിച്ചാൽ, അറിഞ്ഞോ അറിയാതെയോ സർവശക്തന്റെ പ്രസാദത്തിന് വിരോധമായ എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ കിടപ്പുണ്ട്. നിങ്ങളാരും ഒരു സ്തോത്രം പറയുന്നില്ലല്ലോ. ഉണ്ട്. അത് ഈ ദിവസങ്ങളിൽ നമ്മൾ വചനത്തിന് മുമ്പിൽ വന്നിരിക്കുമ്പോൾ, കർത്താവെ ഞാനത് പറഞ്ഞതാ, ഞാനത് ചെയ്തതാ എന്നൊന്ന് സമ്മതിച്ചു കൊടുക്കുമ്പോ അവൻ ശിക്ഷാവിധി ഒഴിവാക്കുന്നതിന്റെ പേരാ കരുണ എന്ന വാക്ക്.
ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? വെറുതെ അല്ല കേട്ടോ ഉപവാസ സഭ വെക്കുന്നത്. സമയം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ എല്ലാ വർഷവും നടത്തുന്നതല്ല. കരുണയ്ക്ക് വേണ്ടിയാ കൃപാസനത്തിൽ നമ്മൾ വരുന്നത്. ഒന്ന് കരമുയർത്തി ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? എവിടേക്കോ ഹല്ലേലൂയ ദൈവാത്മാവിന് ഇഷ്ടമല്ലാത്തത് അതിന്മേൽ ഏറ്റുപറഞ്ഞ് ക്രമീകരണം പ്രാപിപ്പാൻ ഒരു നിരപ്പ് വരാൻ വേണ്ടിയോ. മാത്രമല്ല കരുണയുണ്ട്, രണ്ട് കൃപയുണ്ട്. എന്നാ ഉണ്ട്? കൃപ. സാറേ ഞാൻ സമയത്തിനകത്ത് ഒത്തിരി നിർബന്ധമുള്ള ദൈവാസന പോട്ടെ പറഞ്ഞു നിർത്താൻ പോകും. കൃപ എന്ന വാക്കിന് 3 അർത്ഥമുണ്ട്. പെട്ടെന്ന് പറഞ്ഞേ. ഒന്ന്, എന്റെ പൊന്നെ, അൺമെറിറ്റഡ് ഗിഫ്റ്റ്, പ്രഷ്യസ് ഗിഫ്റ്റ്, ദാതാവിന് മുതൽ മുടക്കുള്ളത് സ്വീകർത്താവിന് മുതൽ മുടക്കില്ലാത്തതുമായ ദാനം. മനസ്സിലായില്ല? ഒന്ന് ഗിഫ്റ്റ് അല്ലെ, ഗ്രേസ് എന്ന വാക്കിന്റെ ഒന്നാമത്തെ അർത്ഥം തന്നെ അൺമെറിറ്റഡ് ഗിഫ്റ്റ്, അർഹതയില്ലാത്ത ദാനം എന്ന് അടക്കം മേടിച്ചോട്ടെ പോകാവൂ. 2 പ്രഷ്യസ്, വില മതിക്കാനാകാത്ത ദാനം. 3 ദാതാവിന് മുതൽ മുടക്കുള്ളതും മേടിക്കുന്നവനൊരു മുടക്കമില്ലാത്ത എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ ഇത്രയേ ഉള്ളൂ. ഈ കൃപാസനത്തിൽ വന്ന ഇരിക്കുന്നവൻ 3 കാര്യത്തെ ജയിച്ചവനായതുകൊണ്ട് നിനക്ക് കരുണയും കിട്ടും, പറ കൃപയും കിട്ടും. അപ്പോഴേ അങ്ങനെയൊക്കെ നിന്നാ ഞങ്ങളൊക്കെ ഈ ലെവൽ വരെ എത്തിയത്. ഒന്ന് സ്വോത്രം പറഞ്ഞു. റോക്ക്ലാൻഡ് സഭ വരെ എത്തി. ഒന്ന് സ്വോത്രം പറഞ്ഞിട്ട് ഇതില് ഇതുപോലെ തന്നെ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തൊക്കെ അല്ല ദൈവസന്നിധി താണിരുന്നതിന്റെ ഗുണമാ. അന്ന് ഇരുന്നപ്പോ കരുണ മാത്രമല്ല തന്നത്, അന്ന് പകർന്ന കൃപയാ, അന്ന് പകർന്ന അഭിഷേകമാ, അന്ന് പകർന്ന നിയോഗമാ, അന്ന് പകർന്ന വാക്തത്വമാ, അന്ന് പകർന്ന ആത്മമണ്ഡലമാ, അന്ന് ഇടപെട്ട ദൈവശബ്ദമാ. ഈ പട്ടണത്തിൽ നിങ്ങളുടെ നടുവിൽ നിർത്തിയെങ്കിൽ, നിങ്ങൾ ഇന്ന് ഇരിക്കുന്നെങ്കിൽ നാളെ നിർത്തേണ്ട മണ്ഡലങ്ങളിൽ വേണ്ട ആ അൺമെറിറ്റഡ് ഗിഫ്റ്റ് അല്ല പ്രഷ്യസ് ഗിഫ്റ്റ് തരാൻ എന്റെ കർത്താവ് ശക്തന്. ഒരു വാക്ക് പറഞ്ഞാൽ നമ്മൾ നിർത്താൻ പോവുക. ഞാൻ പാട്ട് പാടണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷെ അതിലേക്ക് പോവാതെ സമയം കഴിഞ്ഞു. അവിടെ കിടന്ന് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് വാക്ക് അതാ ഇനി അപകടം. തൽസമയത്ത് എന്നാ തൽസമയം, അതും കൂടെ പറഞ്ഞു നിർത്താം. അതിന്റെ അർത്ഥം എന്നാ അറിയാം? ഇപ്പൊ നമ്മുടെ ദൈവത്തെ കൊണ്ട് നമുക്ക് ഒരാവശ്യവും ഇല്ല. നമുക്കല്ല, പൊതുവെ ഒരാവശ്യം. നിങ്ങൾ എന്നാ ഉണ്ടായി ഡോളർ, ജോലിക്ക് ജോലി, വണ്ടിക്ക് വണ്ടി, കാറിന് കാർ, എല്ലാം ഓക്കെ. പക്ഷെ നിന്റെ പണത്തിനൊന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത, നിന്റെ കുടുംബശ്രേഷ്ഠതയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത, സിറ്റിസൺഷിപ്പിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ദൈവം മാത്രം ഇറങ്ങേണ്ട ഒരു സമയമുണ്ട്. എനിക്ക് മനസ്സിലായില്ല? കരിപിടി കിട്ടിയോ? എനിക്ക് വിരിക്കണോ? ആരോട് ഞാൻ നിർത്തുക. 2 മിനിറ്റ് ഞാൻ പറഞ്ഞുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റിസൺഷിപ്പോ നമ്മുടെ ജോലിയോ നമ്മുടെ പണമോ ഒന്നും ഉപകരിക്കാതെ സർവശക്തന്റെ പ്രവൃത്തി കൊണ്ട് മാത്രം മറികടക്കേണ്ട എന്തൊക്കെയോ ചലഞ്ചുകളുണ്ട്. അത് അന്ന് വെളിപ്പെടണേ, ഇന്ന് നീ വരണം. ആ ചലഞ്ച് വരുമ്പോ സ്തോത്രം പറയാൻ പോലും സമയം കിട്ടത്തില്ല. മനസ്സിലായില്ല? ആ ചലഞ്ച് വരുമ്പോ സ്തോത്രം പറയാൻ സമയം കിട്ടത്തില്ല. പക്ഷെ അന്ന് നീ സ്തോത്രം പറഞ്ഞോന്ന് നോക്കിയിരിക്കുന്നവനല്ല, ഇന്ന് വന്ന് സ്തോത്രം പറഞ്ഞ, ഇന്ന് വന്ന് താണിരുന്ന, നാളെ വരുന്ന ചലഞ്ചുകളുടെ നടുവിൽ അവൻ മഹത്വത്തോടെ ഇറങ്ങാൻ കരുത്തുള്ളവന്. ഒരു വാക്കൂടെ പറയാം, ഒറ്റ വാക്ക്. അവിടെ കിടക്കുന്നത് ഞാൻ ഈ ദൈവദാസന്മാര് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ക്രോണോസും കെയ്റോസും. ക്രോണോളജിക്കൽ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം, അതിപ്പോ ഒന്നും വിരിക്കുന്നില്ല, കർത്താവ് നാളെ നമുക്ക് ചിന്തിക്കാം. ക്രോണോളജിക്കൽ ടൈം. രണ്ടാമത്തെ കെയ്റോസ് എന്ന വാക്കുണ്ട്, ഡിവൈൻ ടൈം, അപ്പോയിന്റഡ് ടൈം എന്നല്ലേ. അപ്പൊ ദൈവത്തിന്റെ സമയം. പക്ഷെ അവിടെ ഉപയോഗിച്ച വാക്ക് നിങ്ങൾ പിന്നെ പോയി നോക്കണം, കെയ്റോസ് എന്ന. എന്നാ? അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് എന്നുള്ളതിന് എക്കൈറോസിൽ സഹായത്തിനുള്ള കൃപ. എക്കൈറോസ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? ടൈം ഓഫ് ദ ഫെസ്റ്റിവൽ എന്ന. എന്നാണ്? പറ. ടൈം ഓഫ് ദ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഉത്സവത്തിന്റെ സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ഈ കൃപാസനത്തിൽ നീ ഇപ്പ വരണം. അപ്പൊ പാസ്റ്റർ ഞങ്ങൾക്ക് ഉത്സവമൊന്നും ഇല്ലല്ലോ. നമുക്കില്ല, പിശാചിനുണ്ടെന്നേ. നമ്മളെ വെച്ച്, നമ്മുടെ തലമുറകളെ വെച്ച്, നമ്മുടെ ആരോഗ്യം വെച്ച്, നമ്മുടെ ആയുസ് വെച്ച് എവിടൊക്കെയോ ഉത്സവം നടത്തണമെന്ന് അവൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ഉത്സവത്തിന്റെ സമയത്ത് സഹായം വെളിപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ആശയം മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇപ്പൊ വന്ന അപ്പോഴെന്ത് ചെയ്യും? പിശാച് വെച്ച ഉത്സവം എന്റെ ദൈവം ദൈവത്തിന്റെ ഉത്സവമാക്കും.
ഉത്സവത്തിന്റെ ഡേറ്റ് തീരുമാനിച്ചത് നമ്മൾ കേട്ടിട്ടില്ല. നീ കളിക്ക്, റിസൾട്ട് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ ഡേറ്റ് തീരുമാനിച്ചത് പിശാച, പക്ഷെ ഉത്സവം ആഘോഷിക്കുന്ന ദൈവമായിരിക്കും. എത്ര പേരൊന്ന് സ്തോത്രം പറയുന്നു? ദൈവാത്മാവ് ഇടപെടുന്നു. നമ്മുടെ തലമുറകളെ വെച്ച്, നമ്മുടെ നന്മ വെച്ച്, നമ്മുടെ ജോലി വെച്ച്, നമ്മുടെ ആരോഗ്യം വെച്ച്, നമ്മുടെ ആയുസ് വെച്ച് ശത്രു ചില ഉത്സവത്തിന്റെ ഡേറ്റ് തീരുമാനിക്കുമ്പോ അതിന്മേൽ ഒരു സഹായത്തിന്റെ കൃപ വെളിപ്പെടും. ഉടമന സന്തരാധരാധര ചില മേഖലകളെ കർത്താവ് ക്യാൻസൽ ആക്കട്ടെ. ഇത് പറയുമ്പോ വരും ദിവസങ്ങളിൽ ശത്രു വെച്ച ചില ഡേറ്റുകൾ, ചില പദ്ധതികൾ, ചില പ്രൊജക്ടുകൾ യേശുവിന്റെ നാമത്തിൽ അത് ക്യാൻസൽ ആകും. ഒറ്റ വാക്കുകൂടെ പറയാം, മനസ്സിലാകും. എബ്രായ ബാലന്മാരെ വെച്ച് ഉത്സവം ആഘോഷിക്കാൻ തീരുമാനിച്ചത് രാജാവും കൂട്ടരുമല്ലേ? അന്ന് അവസാനം നടന്നപ്പോ ഉത്സവം രാജാവിന്റെ ഉത്സവം നടന്നത് ദൈവത്തിന്റെ ഉത്സവം നടന്നത്. ഉറക്കെ പറ, ഡേറ്റ് തീരുമാനിച്ച രാജാവാ, പക്ഷെ ഉത്സവം ആഘോഷിച്ച സർവശക്തനാ. അങ്ങനാണെ പറ സോറ ഒന്ന് അല്ല പറയാമോ? ദൈവമേ, എനിക്ക് വിരോധമായി ശത്രു വെച്ച ഡേറ്റുകൾ സ്വതം കർത്തദാസനെ ഒന്ന് വന്നേ, ഞാൻ പാടുന്നില്ല കാര്യം, ഒറ്റ മിനിറ്റ് മാത്രം നമ്മളൊന്ന് സ്തോത്രം പറ. ഒരു ദൈവസാന്നിധ്യം വെളിപ്പെടുന്നത് കൊണ്ട് അല്ല, ഒറ്റ വാക്ക് പറ. അല്ല, ഡേറ്റ് തീരുമാനിക്കുന്നത് ശത്രുവാ, പക്ഷെ സർവശക്തൻ നമ്മൾക്ക് അവന്റെ ഉത്സവമാക്കി മാറ്റാൻ പോകുക. അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നാട്ടെ. അല്ലെങ്കിൽ നാളെ വെളിപ്പെടാൻ പോകുന്ന ചില ചലഞ്ചുകള് ഇന്ന് രാവിലെ അതിന്റെ വിടുതലുകൾ, അല്ലെങ്കിൽ ഉപവാസത്തിന്റെ അവസാനമല്ല, ഇന്ന് രാവിലെ അതിന്റെ വിടുതലുകൾ ദൈവാത്മാവ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നവരത് കരമടിച്ച് ശക്തിയോടെ ഉടമന സദനാദരാദര പോര 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 അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. ചില ഇന്നർ ഹീലിംഗുകൾ ദൈവാത്മാവ് ഇടപെടുന്നു. ആന്തരിക സൗഖ്യം സംഭവിക്കട്ടെ. ചില മടുപ്പുകൾ മാറട്ടെ, ചില ഭാരം മാറട്ടെ, ചില ഒറ്റപ്പെടൽ മാറട്ടെ, ചില വേദന മാറട്ടെ. ആത്മാവി ശക്തിയോടെ